ലാൽട്ടൺ പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു 10-16 വയസ്സ് തൊട്ടേ എനിക്ക് ഭയങ്കരമായിട്ട് സിനിമയോടുള്ളൊരു പാഷൻ ഉണ്ടായി. ബാക്ക്ഗ്രൗണ്ടുകൾ ഇല്ലാത്ത ആൾക്കാർ വരുമ്പോൾ നമ്മുടെ അന്നത്തെ ഒരു ഇന്നസെൻസ് കൊണ്ട് നമ്മൾ പലരോടും പല കഥകളും പറയും. സിനിമ അറിയുന്ന ആളുകൾക്ക് ബേസിക്കലി അതിന്റെ ത്രെഡ് കിട്ടിയാൽ മാത്രം മതി. അങ്ങനെ ഹിറ്റ് അടിച്ച കുറെ സിനിമകളുണ്ടോ? 3-4 സിനിമകൾ ഹിറ്റായിട്ടുണ്ട്. പേര് പറയാൻ പറ്റില്ല. പേരൊന്നും ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വിഷയം. ഒത്തിരി ആളുകളുടെ അടുത്ത് കഥ പറയുന്നു, ഒത്തിരി ആൾക്കാരുടെ അടുത്ത് പ്രൊഡ്യൂസർ അന്വേഷിച്ചു പോകുന്നു. നമ്മൾ പലപ്പോഴും പല സ്ഥലങ്ങളിലും നമ്മൾ അവഗണിക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻ. പണം തന്നെയാണ് മെയിൻ ആയിട്ടുള്ള ഒരു സബ്ജക്ട്. കാരണം പണമില്ലെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും, കാരണം ഇന്ന് ഒരാളെ ആഗ്രഹത്തിന്റെ പുറത്ത് വരുന്നു, നല്ല കഥ ചെയ്യുന്നു, നല്ല സംഭവം ആക്ടർ എടുത്ത് പോകുന്നു, അവിടുന്ന് നമ്മൾ പ്രൊഡ്യൂസർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്രൊഡ്യൂസർ ഇല്ല. പുതിയൊരാൾക്ക് ഒരു പ്രൊഡ്യൂസർ ഇല്ലെങ്കിൽ സിനിമ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. എല്ലാവരും ഒരു കാലത്ത് പുതിയ ആളായിട്ടാണ് കടന്നു വരുന്നത്. ലാൽട്ടൺ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ കമ്പനി ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി സബ്ജക്റ്റ് പറഞ്ഞ വർഷങ്ങളായിട്ട് സിനിമ ചെയ്യാൻ ആഗ്രഹിച്ച നല്ല 1-2 ഡയറക്ടേഴ്സാണ് ആദ്യത്തെ 1-2 പടങ്ങൾ ചെയ്യുന്നത്. പുതിയ വ്യക്തികൾക്ക് അവസരം കൊടുക്കുക, അവർക്ക് മുന്നോട്ടുള്ള യാത്രകൾക്ക്. അതിനു വേണ്ടിയിട്ട് ഫസ്റ്റ് വേണ്ടത് ഒരു സ്റ്റുഡിയോ ആണ്. എന്താ പറയുക, എറണാകുളത്ത് തന്നെ പാലാരൂട്ടത്തിനടുത്ത് ഒരു വലിയൊരു സ്റ്റുഡിയോ, അതിൻ്റെ ഡബിങ്, മിക്സിങ്, ഒരു സിനിമ തുടങ്ങി നമ്മൾ OTT വരെയുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റിയിലേക്ക് നമ്മൾ സ്റ്റുഡിയോ മാറി. ശരിക്കും ജോലി റിസൈൻ ചെയ്യുമ്പോഴാണ് ശരിക്കും മനസ്സിലായത് മലയാള സിനിമയിൽ നമ്മൾ ആഗ്രഹത്തിന്റെ പുറത്തുനിന്ന് വന്നിട്ട് കാര്യമില്ല. ഞാൻ ഡ്രൈവറായിട്ട് പോയിട്ടുണ്ട്, യൂണിറ്റിൽ പോയിട്ടുണ്ട്. കൂടെ വന്ന ആളുകൾ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാമ്പത്തികമായും മാനസികമായും ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ബാലവീർ എന്ന് പറയുന്ന ഒരു സീരിയലുണ്ട്. റോക്കി കൊച്ചന് വർഷങ്ങളായിട്ട്, എനിക്കൊന്ന് 6-7 വർഷമായിട്ട് ഞാനാണത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹലോ എവരിവൺ, ഇന്ന് നമ്മുടെ കൂടെയുള്ള ഒരു അടിപൊളി ആളാണ്. അതായത് സിനിമ നമ്മളെല്ലാവരുടെയും സ്വപ്നമാണ്. അപ്പൊ അതിന്റെ പുറകിലുള്ള കുറേ കാര്യങ്ങളുണ്ട്. അവിടെ നിന്ന് അതൊക്കെ കഴിഞ്ഞു വന്ന് ലാൽട്ടൺ പ്രൊഡക്ഷൻസ് എന്നുള്ള ഒരു സക്സസിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ജൈത്രയാത്ര, ആ യാത്രാ വിശേഷങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. അതിന്റെ ഡയറക്ടറാണ് നമ്മുടെ കൂടെ ഉള്ളത്, ഷോബിൻ ലാൽ. ഹൈ സർ. എന്തൊക്കെയാണ് വിശേഷങ്ങള്? സുഖമായി എങ്ങനെ പോകുന്നു? കണ്ണൂരിൽ ജനിച്ചു വളർന്നു, അല്ലെങ്കിൽ സിനിമ സ്വപ്നം കണ്ടു നടന്ന ചെറുപ്പക്കാരൻ കൊച്ചിയിലേക്ക് വരുന്നു. അപ്പൊ സത്യം പറഞ്ഞ ജീവിതം ഒരു സിനിമ കഥ പോലെ ഇപ്പൊ തോന്നുന്നുണ്ടോ? ഒരു സിനിമയ്ക്ക് വേണ്ട എല്ലാ ഘടകങ്ങളുള്ള രീതി തന്നെയാണ് ഇപ്പം പോയിക്കൊണ്ട്. എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടോ? കഥയൊക്കെ ഒന്ന് എടുത്ത് സിനിമയാക്കാം? ഞാനൊരു സിനിമയുടെ കഥ, എഴുത്ത്, കാര്യങ്ങൾ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആക്ച്വലി ഞാൻ സിനിമാ ലോകത്തേക്ക് ശക്തമായിട്ട് വന്നത്. പിന്നീട് അതിന്റെ പിന്നാമ്പുറത്തേക്കുള്ള കുറെ യാത്രകളിലൂടെയാണ് പിന്നീട് എനിക്ക് മനസ്സിലായത് പുറമേ കാണുന്ന സിനിമയല്ല ആക്ച്വലി സിനിമ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണെന്ന് മനസ്സിലായി. പിന്നെ അതിനെക്കുറിച്ച് പഠിച്ചു. ഞാൻ ഓരോ മേഖലകളിലൂടെ ഇങ്ങനെ വന്നിട്ടാണ് ഇപ്പൊ ഒരു ചെറിയൊരു പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ ഒരു ലെവലിലേക്കൊക്കെ എത്തിയത്. ലാൽട്ടൺ പ്രൊഡക്ഷൻസിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അതിന്റെ പുറകിൽ അവിടെ വരെയുള്ള ഒരു യാത്ര അതെങ്ങനെ? ലാൽട്ടൺ പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു 10-16 വയസ്സ് തൊട്ടേ എനിക്ക് ഭയങ്കരമായിട്ട് സിനിമയോടുള്ള ഒരു പാഷൻ ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ പേര് ഷോബിൻ ലാലാണ്. അപ്പൊ അത് തന്നെ ഒരു ലാലേട്ടനോടുള്ള ഒരു പാഷൻ. കാരണം എനിക്ക് കുറച്ച് വൈകിട്ടാണ് പേരൊക്കെ ഇട്ടിരുന്നത്. എന്റെ അച്ഛനും അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു നടൻ കൂടിയാണ് മോഹൻലാൽ. അപ്പൊ മോഹൻലാലിന്റെ തുടക്ക കാലഘട്ടമായിരുന്നു ശരിക്കും പറഞ്ഞ ടൈം. അപ്പൊ ആ സമയത്ത് എന്നെ വീട്ടിൽ നിന്ന് വിളിക്കുന്ന പേര് വേറെയും പുറമെ വിളിക്കുന്ന പേരും വേറെ, ഷോബിൻ ലാൽ എന്നാണ്. അപ്പൊ ആ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് വന്നു. പിന്നെ ഒത്തിരി യാത്രകള്, കാര്യങ്ങള്, പ്രോഗ്രാംസുകൾ, അങ്ങനെയുള്ള ഓരോന്ന് അറ്റൻഡ് ചെയ്ത് കലാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത് 16 വയസ്സിലൊക്കെ ഞാൻ അന്ന് ആ നാട്ടിൽ നിന്ന് കൊച്ചിയിലേക്ക് വരാറായിരുന്നു. മിമിക്രി ആയിട്ടും മറ്റുള്ള പല പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട് വരാറുണ്ടായിരുന്നു. പിന്നീട് ഞാൻ അന്ന് തൊട്ട് അത്യാവശ്യം എഴുതുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു ചെറുപ്പം തൊട്ട്. പല സിനിമകളും എഴുതി, പല സിനിമകളും പല രീതിയിലും എന്താ പറയാ, പല ആൾക്കാരും കഥകൾ കേട്ട് പല സിനിമകളുമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെയുള്ള എൻ്റെ ഒരു എന്താ പറയാ, അക്കാലത്ത് നമുക്ക് പറയാനോ ചെയ്യാനോ ഒന്നും പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. പിന്നീടാണ് ഞാൻ ആക്ച്വലി വിചാരിച്ചത് നല്ലൊരു സിനിമ എഴുതണം, നമുക്ക് നല്ല രീതിയിൽ ഒരു മുന്നോട്ട് വരണം എന്നൊക്കെയുള്ളൊരു ആഗ്രഹം. അങ്ങനെ എഴുത്തുകാരെന്നുള്ള ലെവലിൽ അറിയാനായിരുന്നു ആഗ്രഹം. പിന്നീട് ഞാൻ അതിന്റെ ഭാഗമായിട്ട് സിനിമയിലുള്ള ഓരോ മേഖലകളിലും വർക്ക് ചെയ്യാനും അതിന്റെ ഭാഗമായിട്ട് ഘട്ടം ഘട്ടമായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെയാണ് ഈ ഒരു രംഗത്തേക്ക്. സ്ക്രിപ്റ്റിന്റെ കാര്യം പറഞ്ഞല്ലോ, പലരോടും പറഞ്ഞു അത് വേറൊരു സിനിമയായി നമ്മൾ കണ്ടു. അന്നേരമാണോ ഈ സിനിമയുടെ പുറകിലുള്ള ഈ ലൈം ലൈറ്റ് ആണല്ലോ നമ്മൾ കാണുന്നത്? ബാക്ക്ഗ്രൗണ്ടുകളൊന്നും ഇല്ലാത്ത ഒരാള് വരെയാണ്. അപ്പൊ അവർക്ക് വരുന്ന ഒരു ബുദ്ധിമുട്ടുകൾ, ഈ ബാക്ക്ഗ്രൗണ്ടുകൾ ഇല്ലാത്ത ആൾക്കാർ വരുമ്പോൾ നമ്മുടെ അന്നത്തെ ഒരു എന്താ പറയാ ഇന്നസെൻസ് കൊണ്ട് നമ്മൾ പലരോടും പല കഥകളും പറയും. അപ്പൊ പല സിനിമ അറിയുന്ന ആളുകൾക്ക് ബേസിക്കലി അതിന്റെ ത്രെഡ് കിട്ടിയാൽ മാത്രം മതി. ഇപ്പൊ നമ്മളെ പോലത്തെ ആളുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വിശ്വസിച്ചിട്ട് നമുക്ക് സിനിമയിൽ എങ്ങനെയെങ്കിലും കയറി ചെല്ലണം, അല്ലെങ്കിൽ ഒരു റൈറ്ററായി മാറണം എന്നൊക്കെ ആഗ്രഹത്താണ് നമ്മൾ പല ത്രെഡുകളും പറയുന്നത്. ഹിറ്റ് അടിച്ച കുറെ സിനിമകളുണ്ടോ? 3-4 സിനിമകൾ ഹിറ്റായിട്ടുണ്ട്. പേര് പറയാൻ പറ്റില്ല. പേരൊന്നും ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വിഷയങ്ങളാവും. പിന്നെ അപ്പൊ ഞാൻ ആ സമയത്തൊന്നുമല്ല. ബേസിക്കലി ഞാൻ അതിനുശേഷം നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് വന്ന ശേഷമാണ്. ഇപ്പൊ ഇനിയിപ്പം നാളെ എന്തെങ്കിലും ആവുകയാണെങ്കിൽ എനിക്കിപ്പോ പേര് പറഞ്ഞാലും വലിയ വിഷയങ്ങൾ വരുന്നില്ല. പക്ഷെ എനിക്ക് അറിയുന്ന 1-2 സുഹൃത്തുക്കൾ പറഞ്ഞു
ശോഭിൻ, നിന്റെ വളർച്ചയാണ് നിന്റെ ആഗ്രഹമെങ്കിൽ നീ ഇപ്പൊ തൽക്കാലം നിന്റെ കഴിവ് പിന്നീട് തെളിയിക്കുക, അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാം. അപ്പൊ അങ്ങനെ ഞാൻ ഒത്തിരി പേരെടുത്ത് ഞാൻ എന്താ ചെയ്ത് സബ്ജക്റ്റുമായിട്ട് പോയിട്ടുണ്ട്. സത്യത്തിൽ ഇത്തരം ദുരനുഭവങ്ങളാണോ ഈ ഒരു ഇങ്ങനെ ഒരു പ്രൊഡ്യൂസർ ആവാന്നുള്ള തീരുമാനത്തിന്റെ പ്രൊഡ്യൂസർ ആവണം എന്നുള്ളൊരു തീരുമാനമല്ല, ശരിക്കും പറഞ്ഞാൽ അതൊരു ലക്ഷ്യത്തോടുള്ള ഒരു മുന്നേറ്റമായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ആളുകളുടെ അടുത്ത് കഥ പറയുന്നു, ഒത്തിരി ആൾക്കാരുടെ അടുത്ത് പ്രൊഡ്യൂസർ അന്വേഷിച്ചു പോകുന്നു. നമ്മൾ പലപ്പോഴും പല സ്ഥലങ്ങളിലും നമ്മൾ അവഗണിക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഞാൻ മാത്രമല്ല, എൻ്റെതായ ഒരു സുഹൃത്ത് വലയം തന്നെ എൻ്റെ കൂടെ ആ സമയത്ത് സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നീട് അവർ പല രീതിയിലും ഇല്ലാണ്ടായി. പക്ഷെ ഞാൻ അപ്പോഴും കൊച്ചിയിൽ എങ്ങനെയെങ്കിലും അടിയുറച്ച് നിൽക്കണം, സിനിമയിൽ അത്യാവശ്യം നല്ല രീതിയിൽ പോകണം എന്നൊരു ആഗ്രഹത്തിൽ പണം തന്നെയാണ് മെയിനായിട്ടുള്ള ഒരു സബ്ജക്റ്റ്. കാരണം പണമില്ലെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും, കാരണം ഇന്ന് ഒരാൾ ആഗ്രഹത്തിൻ്റെ പുറത്ത് വരുന്നു, നല്ല കഥ ചെയ്യുന്നു, നല്ല സംഭവമാകുന്നു, ആക്ടർ എടുത്ത് പോകുന്നു, അവിടുന്ന് നമ്മൾ പ്രൊഡ്യൂസർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്രൊഡ്യൂസർ ഇല്ല. പുതിയൊരാൾക്ക് ഒരു പ്രൊഡ്യൂസർ ഇല്ലെങ്കിൽ സിനിമ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. പുതിയ ആളുടെ പ്രൊഡ്യൂസറെ കൺവിൻസ് ചെയ്യാനും പറ്റില്ല. അതിലെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരു കാലത്ത് പുതിയ ആളായിട്ടാണ് കടന്നു വരുന്നത്. പക്ഷേ അവർ സിനിമ ചെയ്യാൻ സമയത്ത് അവർ ആ രീതിക്ക് അനുസരിച്ചുള്ള കുറേ റെസ്ട്രിക്ഷനോ കാര്യങ്ങളൊക്കെ വരുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ പ്രൊഡ്യൂസർ ആവാൻ സാധിക്കാം? അപ്പം ഞാൻ വളരെ വേണ്ടപ്പെട്ട 1-2 നല്ല സുഹൃത്തുക്കളുമായിട്ട് സംസാരിച്ച് എൻ്റെ ഒരു പടം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി ഒരു പ്രൊഡക്ഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ലാൽട്ടൺ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ കമ്പനി ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി സബ്ജക്റ്റ് പറഞ്ഞ വർഷങ്ങളായിട്ട് സിനിമ ചെയ്യാൻ ആഗ്രഹിച്ച നല്ല 1-2 ഡയറക്ടേഴ്സാണ് ആദ്യത്തെ 1-2 പടങ്ങൾ ചെയ്യുന്നത്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ഗുരു എന്ന് പറഞ്ഞാൽ സജീവ് പരവൂർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇപ്പം അയാൾ ജീവിച്ചിരിപ്പില്ല. ആക്ച്വലി ഒത്തിരി സിനിമകൾ CBI പോലെയുള്ള എനിക്ക് തോന്നുന്നു 10-100ഓളം സിനിമകൾക്ക് മുകളിൽ അസോസിയേറ്റ് ആയിട്ടും ജനകൻ എന്ന് പറഞ്ഞ പഴയ ഒരു പടം എടുത്തിട്ടുണ്ട്, ഒരു അച്ഛൻ്റെ രോദനം എന്നൊക്കെ പറഞ്ഞ ഡയലോഗൊക്കെ. അത് വളരെ ഹിറ്റായിരുന്നു. മോഹൻലാലിനെയും അതുപോലെ തന്നെ സുരേഷ് ഗോപിയൊക്കെ മെയിൻ ആയിട്ടുള്ള ഭയങ്കര ഹിറ്റായിട്ടുള്ള ഒരു പടമായിരുന്നു ആ സമയത്ത്. അപ്പോൾ അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഡയറക്ടറായിട്ടുള്ള സജിയേട്ടനാണ് എൻ്റെ ഗുരു. പക്ഷെ ആ ഗുരുസ്ഥാനത്ത് കണ്ട സജിയേട്ടനും കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഈ ഒരു യാത്രയിൽ അദ്ദേഹവും ഇല്ലാണ്ടായി, മരണപ്പെട്ടു. പിന്നീട് നമ്മളൊരു തികച്ചും ഒറ്റപ്പെട്ടു. ആ സമയത്താണ് നല്ല സുഹൃത്തുക്കളായിട്ടുള്ള 1-2 പേര് കടന്നു വരികയും ഇപ്പോൾ ലാൽട്ടൺ പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞൊരു പുതിയൊരു കമ്പനി ശരിക്കും പറഞ്ഞാൽ ജനറേറ്റ് ചെയ്ത് പുതിയ കുറേ വ്യക്തികൾക്ക് അവസരം കൊടുക്കുക. അത് ഏത് സൈഡിലായാലും ഒരു ലക്ഷ്യത്തിൽ ഒന്നാണ് പുതിയ വ്യക്തികൾക്ക് അവസരം കൊടുക്കുക, അവർക്ക് മുന്നോട്ടുള്ള യാത്രകൾക്ക്. അതിനു വേണ്ടിയിട്ട് ഫസ്റ്റ് വേണ്ടത് ഒരു സ്റ്റുഡിയോ ആണ്. അപ്പം ഞങ്ങളിപ്പം വളരെ എന്താ പറയുക, എറണാകുളത്ത് തന്നെ പാലാരിവട്ടത്തിനടുത്തൊരു വലിയൊരു സ്റ്റുഡിയോ, അതിൻ്റെ ഡബ്ബിങ്, മിക്സിങ്, ഒരു സിനിമ തുടങ്ങി നമ്മൾ OTT വരെയുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റിയിലേക്ക് നമ്മൾ സ്റ്റുഡിയോ മാറി. പിന്നെ ഓഡിഷൻസ് നടത്തി. ഓഡിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒബ്രോൺ മാളിൽ വെച്ചിട്ട് 1000-ൽ പരം ആൾക്കാരാണ് അത് അറ്റൻഡ് ചെയ്തത്. അത് ഒരു പ്രാവശ്യത്തെ ഓഡിഷൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വിജയമായിരുന്നു. അന്ന് ഞങ്ങളൊരു 10-40-50 പേരോളം സെലക്ട് ചെയ്തു. അത് കുട്ടികളായിക്കോട്ടെ എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർ. പിന്നീട് രണ്ടാമതൊരു ഓഡിഷൻ ചെയ്യേണ്ടി വന്നു. അങ്ങനെ കഴിഞ്ഞ മാർച്ച് 31-നും പിന്നീട് ഏപ്രിൽ 19-നൊക്കെ ആയിട്ട് വലിയ രീതിയിൽ ഓഡിഷൻ. അപ്പം അതിൽ എനിക്ക് തോന്നുന്നു ഒരു 100-200ഓളം ആളുകൾ, പുതിയ വ്യക്തികൾ മലയാള സിനിമയിലേക്ക് കടന്നു വരുന്നു. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, ചിലപ്പോൾ അത് നല്ലതാണോ എന്ന് എനിക്കറിയില്ല, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം 1000 പുതുമുഖങ്ങൾക്ക് ഒരു അവസരം കൊടുക്കുക എന്നുള്ളൊരു ആഗ്രഹം. കാരണം ഞാൻ അത്രയും കഷ്ടപ്പെട്ട് ഈ ഒരു ഫീൽഡിൽ അറിഞ്ഞ ഒരാളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നൊരു വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ആൾ എന്നുള്ള ലെവലിൽ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഞാൻ ചെയ്യാത്ത ജോലികളില്ല. അതാണ് ഇതിൽ എനിക്ക് ഏറ്റവും ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു. കൊച്ചിയിലോട്ട് ഇങ്ങോട്ട് വന്ന സമയത്ത് നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, സിനിമയിൽ എന്തെങ്കിലും ആയി തിരിച്ച് നമുക്ക് റിട്ടേൺസ് ഇൻകം കിട്ടി തുടങ്ങണമല്ലോ. അതുവരെയുള്ള ഒരു സമയം എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടമാണ്. ഞാൻ ആക്ച്വലി 2010 ആ സമയ കാലഘട്ടത്തിൽ എനിക്ക് നല്ലൊരു ജോലി ഉണ്ടായിരുന്നു, മഹീന്ദ്ര ഗ്രൂപ്പ് ഫിനാൻസിൽ. ശരിക്കും വീട്ടുകാർക്ക് ഒരു ജോലിയാണ് ആവശ്യം. ആ സമയത്ത് കല്യാണം കാര്യങ്ങളൊക്കെ കഴിക്കൊണ്ടുകൊണ്ട് ജോലി, നീ എന്താക്കിയാലും കുഴപ്പമില്ല ജോലി. അപ്പം ഞാൻ ആ കല്യാണം കഴിച്ച സമയത്ത് ഞാൻ ചോദിച്ചു, വൈഫിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് റിസൈൻ ചെയ്യണം, എന്നാലേ എനിക്ക് രക്ഷയുള്ളൂ. അപ്പം ആള് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതല്ലേ ഉള്ളൂ, ഒരു 1-2 വർഷം കഴിഞ്ഞിട്ട് പോരെ എന്നൊക്കെ. പക്ഷെ ഞാൻ ആ സമയത്ത് കോടീശ്വരന്റെ ഭാര്യയായിട്ട് ജീവിക്കാം. ഞാൻ പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ്, ഒന്നുകിൽ പിച്ചച്ചട്ടിയും കാര്യമായിരിക്കും, അല്ലെങ്കിൽ സമ്പന്നനാവാന്ന് പറഞ്ഞു. അപ്പോൾ ആൾ ഓൾറെഡി ആ സമയത്ത് പറഞ്ഞു ഓക്കെ നമുക്ക് വിഷയമല്ല, നമുക്ക് എന്ത് ചെയ്യാം, റിസൈൻ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആരും അറിയാത്ത ഒരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ വാങ്ങിയിട്ട് അവിടുന്ന് റിസൈൻ ചെയ്തു. അപ്പോൾ ആൾക്കാർക്ക് അറിയില്ല ബേസിക്കലി ഞാൻ എന്താ ചെയ്യുന്നത്. നാട്ടിലേക്ക് വരുമ്പോഴും ഓൾറെഡി അവരുടെ വിചാരം ഞാൻ എന്തോ വലിയൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു, ലീവിന് വന്നതാണ്, അങ്ങനെയാണ്. പക്ഷെ ഇവിടെ ഭയങ്കര ശരിക്കും ഒരു വാടക വരെ വീട് എന്താ താമസിക്കാനും, ശരിക്കും ജോലി റിസൈൻ ചെയ്യുമ്പോഴാണ് ശരിക്കും മനസ്സിലായത് മലയാള സിനിമയിൽ നമ്മൾ ആഗ്രഹത്തിൻ്റെ പുറത്തൊന്നും വന്നിട്ട് കാര്യമില്ല, എന്തെങ്കിലും ആയിട്ട്. അങ്ങനെ ഞാൻ ഡ്രൈവറായിട്ട് പോയിട്ടുണ്ട്, ഞാൻ യൂണിറ്റിൽ പോയിട്ടുണ്ട്,
അതായത് ഇപ്പം ഒരു മലയാള സിനിമയിൽ എന്തൊക്കെ കാറ്റഗറീസ് ഉണ്ടോ എല്ലാ സംഭവം. പക്ഷെ അതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്രയും ബന്ധങ്ങൾ, കോണ്ടാക്ട്സ് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ലാൽട്ടൺ മൂവി ഹബ് എന്ന് പറഞ്ഞ ഒരു പുതിയൊരു സ്റ്റുഡിയോ, അത് കേരളത്തിൽ ഏറ്റവും വലിയൊരു സ്റ്റുഡിയോ ആയിട്ട് മാറുന്ന ഒരു സെറ്റപ്പിലേക്ക് പോയത് തന്നെ എന്റെ ബന്ധങ്ങളാണ്. അപ്പൊ എൻ്റെ അടുത്ത് പല സുഹൃത്തുക്കളും പറഞ്ഞാ നീ അന്ന് ആ സിറ്റുവേഷനിൽ നിന്നത് കൊണ്ടാണ് ഇത്രയും നല്ല കവറേജും ആൾക്കാരും ബന്ധങ്ങളും നിനക്കുണ്ടായത്. എന്തെങ്കിലും ഒരു സമയത്ത് കരഞ്ഞിട്ട് ഇറങ്ങേണ്ട അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്? ഭയങ്കരമായിട്ടുള്ള വിഷമിച്ച ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത്, അതൊക്കെ എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഒരു സുഹൃത്ത് വാടക കൊടുക്കാൻ പൈസ ഇല്ലാതെ ഞാനിങ്ങനെ പുറത്ത് നിൽക്കുന്ന സമയത്ത് ആ സുഹൃത്ത് കയറി വന്നിട്ട് പറഞ്ഞു തൽക്കാലത്തേക്ക് ഞാൻ പൈസ തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓൾറെഡി ആ വാടക എൻ്റെ പൈസ ഒക്കെ എടുത്ത് കൊടുത്തു. അപ്പോൾ ആ സുഹൃത്ത് പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഒരാഴ്ചത്തേക്ക് തൻ്റെ 2 വീലർ ഒന്ന് തരാം. ആകെയുള്ളത് 2 വീലറാണ്, കാരണം എനിക്ക് എവിടെ പോകാനും വരാനും ഒക്കെയുള്ള സിറ്റുവേഷനിൽ. ആൾറെഡി ആ 2 വീലറും കൊണ്ട് അയാൾ പോയി. പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഒത്തിരി പ്രാവശ്യം വിളിച്ചു. കാരണം ഞാൻ എൻ്റെ കുറേ കാലത്തെ ചെറിയ 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 വരുമാനത്തിൽ ഉണ്ടാക്കി വെച്ച സാധനമാണ് കൊച്ചിയിൽ പോകാനും വരാനൊക്കെ. പിന്നീട് ഞാൻ അറിഞ്ഞത് വെച്ചാൽ ആ 2 വീലർ പൊളിച്ചു വിറ്റു എന്നുള്ളതാണ്. അപ്പം അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമല്ലേ. കാരണം ആ 2 വീലർ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ലാസ്റ്റ് ആക്ച്വലി ഒരു 10-15,000 രൂപയോളം കഷ്ടപ്പെട്ട് ആ സമയത്താട്ടോ, ഇപ്പോഴല്ല ഞാൻ പറയുന്നത്, കഷ്ടപ്പെട്ടുണ്ടാക്കിയ 2 വീലറാണ് അദ്ദേഹം അന്നത്തെ ഒരു വാടകയ്ക്ക് വേണ്ടിയിട്ട്. അപ്പം അത് ഭയങ്കരമായിട്ട് അന്ന് ഞാൻ എടുത്ത തീരുമാനം ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം പലരും ഞാൻ പല കാര്യങ്ങളും പറയുമ്പോൾ എനിക്ക് വട്ടാണെന്ന് വരെ പലരും പറഞ്ഞിട്ടുണ്ട്. നിന്റെ ചിന്തയും നിന്റെ സ്വഭാവവും നിന്റെ രീതി എന്തൊന്നും ഇക്കാലത്ത് വർക്കൗട്ട് ആവില്ല, കാരണം അതൊക്കെ വെറുതെ നിന്റെ തോന്നൽ മാത്രമാണെന്നൊക്കെ പറഞ്ഞു. നാട്ടുകാർ, കുടുംബക്കാർ, സുഹൃത്തുക്കൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അച്ഛനും അമ്മക്കും ഭയങ്കര ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു. അച്ഛന് പിന്നെ പണ്ട് തൊട്ടേ ഞാൻ അത്യാവശ്യം പ്രസംഗിക്കുകയും അത്യാവശ്യം സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആളായതുകൊണ്ട് അച്ഛൻ രക്ഷപ്പെടും എന്നുള്ളൊരു ഒരു ധാരണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നൊക്കെ ചീത്ത പറയാൻ ഏതൊരു സിനിമയിലല്ലേ നമ്മുടെ ജയറാമും തിലകനുമായിട്ടുള്ളൊരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, കുറേ ചീത്തയൊക്കെ പറയും, പക്ഷെ ലാസ്റ്റ് അയാൾ പൈസ ഒക്കെ എടുത്ത് തരും, എന്നിട്ട് പോകാൻ പറയും. അങ്ങനെയാണ് ഞാൻ കൊച്ചിയിൽ ശരിക്കും പറഞ്ഞത്. എനിക്കിപ്പോൾ ഓരോ ദോശയുടെയും ഓരോ തട്ടുകടയും കൊച്ചിയിൽ എവിടൊക്കെ എനിക്കൊന്ന് കൊച്ചിക്കാർക്ക് അറിയാത്തടക്കം അത്രയും വഴികൾ വരെ ഇപ്പം എനിക്കറിയാം. അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അതുകൊണ്ടാണ് ഇപ്പം ഇതുപോലൊരു ഇന്റർവ്യൂവിലാണ് എനിക്കിത് കൂടുതലായിട്ട് തുറന്നു പറയാൻ പറ്റുള്ളൂ. പിന്നെ ഒത്തിരി ശത്രുക്കൾ കൂടെ വന്ന ആളുകൾ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാമ്പത്തികമായും മാനസികമായും ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ കുറേ നഷ്ടങ്ങൾ, ഞാൻ ആദ്യകാലങ്ങളിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പത്ത് മൊത്തം ഞാൻ ആ സമയത്ത് സിനിമാ മേഖലയോട് തന്നെ സൈഡായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഡബ്ബിങ്ങിന് പോകും. ഡബ്ബിങ് മേഖലയിലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തുടക്കകാലത്തുണ്ടായിരുന്നു. ഇപ്പം എൻ്റെ ശരിക്കും പറഞ്ഞ ഗുരുനാഥ് എന്ന് പറഞ്ഞ സജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേച്ചിയും സൈഡ്, അവരൊക്കെ ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തന്നിരുന്നു. പിന്നീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മാറ്റങ്ങൾ, നമ്മുടെ വ്യത്യാസങ്ങൾക്കും അനുസരിച്ചിട്ട് നമുക്ക് മറ്റു പല ശത്രുക്കളും നന്നായിട്ട് വരികയും പിന്നീട് നമ്മൾ പല മേഖലയിൽ നിന്ന് മാറി 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 പോകേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ പോകേണ്ടി വന്നു. പ്രൊഫഷണൽ ജലസി അതാണോ? അത് ചിലപ്പോൾ ആയിരിക്കാം. അപ്പം അവർ നല്ല രീതിയിൽ സപ്പോർട്ട് തന്നിരുന്നു. ഞാൻ പറഞ്ഞ ഗുരുക്കന്മാരൊക്കെ നല്ല സപ്പോർട്ട് തന്നിരുന്നു. പിന്നീട് നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് മാറി. പിന്നീട് അതിൽ നിന്നും നമ്മൾ ഡൈവേർട്ടായി എങ്ങനെ സിനിമാ മേഖല, കാരണം നാട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. നാട്ടിലേക്ക് തിരിച്ചു പോയാൽ നമ്മൾ വലിയൊരു പരാജയമാവും. അപ്പം ഞങ്ങൾ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണം എന്നുള്ള ബേസിൽ ഇപ്പം ഏകദേശം ഒരു 10-20 വർഷത്തെ സ്ട്രഗിൾ തന്നെയാണ് ഇപ്പോൾ ഒരു പ്രൊഡ്യൂസർ ലാൽട്ടൺ പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞ ഒരു കമ്പനി ആയിട്ട് ഇപ്പോൾ രൂപീകരിച്ച് വളരെ സക്സസ് ആയിട്ട് പ്ലാനിങ് ആണ്. ആക്ടിങ് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് അതൊക്കെ ആയിരുന്നല്ലോ സ്വപ്നം ഉണ്ടായിരുന്നത്. ഞാൻ അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ് കൊച്ചിയിലേക്ക് ആദ്യം വരുന്നത്. അഭിനയിക്കാൻ കുറച്ച് കഴിഞ്ഞപ്പം മനസ്സിലായി ആരും ചാൻസ് ഒന്നും വലിയ രീതിയിൽ തരുന്നില്ല. അന്ന് ആക്ടിങ്ങിലും ഇവിടെ പല കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എഴുതാം, ഞാൻ പണ്ടോട്ട് എഴുതുന്നുണ്ട്, എഴുത്തിലൂടെ എങ്ങനെയെങ്കിലും കയറാൻ വിചാരിച്ചു. എല്ലാവർക്കും ഡയറക്ഷനോ സ്ക്രിപ്റ്റോ വഴി ഒരു എൻട്രി. അപ്പൊ എന്റെ കുറച്ച് ബുദ്ധിമുട്ടും പട്ടിണിയൊക്കെ കണ്ടപ്പോൾ സുമംഗല എന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട്, എനിക്കറിയാം ഡബിങ്ങിലൊക്കെ ഉള്ള ആ ചേച്ചി വഴിയാണ് ഞാൻ എന്താ പറയുക വിനു എന്ന് പറഞ്ഞ ഒരാളെ പരിചയപ്പെടുകയും വിനുവിലൂടെ സുമംഗല ചേച്ചിയുടെ അടുത്ത് പറയുകയും ആ സുമംഗല ചേച്ചിയാണ് ഡബിങ്ങിലേക്ക് എന്നെ കൊണ്ടുവന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു 10-16 വർഷത്തോളം 20 വർഷത്തോളമായി ഡബിങ് മേഖലയിൽ. പക്ഷെ അപ്പോഴും എൻ്റെ ആഗ്രഹം സിനിമ തന്നെയായിരുന്നു. അങ്ങനെ ഡയറക്ഷൻ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്താണ് സജിയേട്ടൻ്റെ കൂടെ പോവുകയും സജിയേട്ടൻ്റെ മരണശേഷമാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു വ്യത്യാസം ലൈഫിൽ ഉണ്ടാവുകയും ചെയ്യുന്നത്. ആർക്കൊക്കെ വേണ്ടി ഡബിങ് ചെയ്തിട്ടുണ്ട്? ഞാൻ ഒത്തിരി ഡബ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ പ്രായം ഇപ്പം ശരിക്കും പറഞ്ഞാൽ 43 സംതിങ് ആ ലെവലാണെങ്കിലും എൻ്റെ ശബ്ദവും എൻ്റെ കാര്യങ്ങളൊക്കെ യൂത്തിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ശബ്ദം കൊടുത്തിട്ടുള്ളത്. ഒരു 20 വയസ്സാവാത്ത കുറെ ആളുകൾ
ഇപ്പൊ എനിക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഡബ് ചെയ്യുമ്പോഴാണ്. കാരണം എന്റെ രൂപവും എന്റെ താടിയും എന്റെ ഈ മീശയും ഇതൊക്കെ കണ്ടിട്ട് ആൾക്കാർ സാർ അവിടെ ഇരുന്നോട്ടോ ഞാൻ വിളിക്കാം എന്ന് പറയും. പക്ഷെ അവന്മാരൊക്കെ ഡബ് ചെയ്തിട്ട് വോയിസ് കറക്റ്റ് ഇല്ലാത്തപ്പോൾ പുറത്തു പോകുമ്പോൾ എന്നെ വിളിച്ചിട്ട് വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാന്ന് പറയുമ്പോൾ എന്റെ വോയിസ് ആയിരിക്കും കറക്റ്റ്. കാരണം എന്റെ പ്രായം അത്യാവശ്യം ഉണ്ടെങ്കിൽ എനിക്ക് 20 വയസ്സ് തൊട്ടിട്ട് 25, 28 വയസ്സ് വരെയുള്ള ക്യാരക്ടറാണ്. പിന്നെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ബാലവീർ എന്ന് പറയുന്ന സീരിയലുണ്ട്. അതിൽ റോക്കി കൊച്ചച്ചൻ, എനിക്കൊന്ന് ആദ്യമായിട്ടായിരിക്കാം അറിയുന്നുണ്ടാവുക. റോക്കി കൊച്ചച്ചന് വർഷങ്ങളായിട്ട്, എനിക്കൊന്ന് ഒരു 6-7 വർഷമായിട്ട് ഞാനാണത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊച്ചി തന്നെയാണോ? കൊച്ചി തന്നെ. അത് ഷമീർ എന്ന് പറഞ്ഞൊരു സുഹൃത്താണ് അതിനായിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ. പിള്ളേർ ആ സമയത്തൊക്കെ റോക്കി കൊച്ചച്ചനല്ലേ എന്നൊക്കെ പറഞ്ഞ് ഫോണൊക്കെ വിളിച്ച് അത് സംസാരിക്കാവോ, കാരണം പിള്ളേർ ടി വി കാണുന്ന ഒരു കഥാപാത്രമാണല്ലോ. അത് ഭയങ്കര ഹിറ്റായിരുന്നു ബാലവീർ. ഇപ്പോഴും എനിക്ക് തോന്നുന്നു പലപ്പോഴും ടി വിയിൽ ഇങ്ങനെ വരുന്നുണ്ട്. അത് എപ്പിസോഡ്സ് വരുമ്പോ പിന്നെ ഇപ്പോഴും പലരും ചാനലിലൊക്കെ വിളിച്ച് ഇങ്ങനെ ചോദിക്കുകയും ഇതൊക്കെ ചെയ്യും. അല്ല, ഒരു സമയത്ത് നമ്മുടെ വരുമാന മാർഗ്ഗമായിരുന്നു ഡബിങ്. തീർച്ചയായും. കാരണം ഡബിങ് എന്ന് പറയുമ്പോൾ എനിക്കതിലൊരു നാണെന്നോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. കാരണം ഡബിങ് എന്ന് പറയുന്നത്, ഞാൻ ക്രൗഡിൽ പോയിട്ടുണ്ട്. ക്രൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഒത്തിരി ഡബിങ് ആർട്ടിസ്റ്റുകൾ കൂടി ചെയ്യുന്ന ഒരു സംഭവം. അപ്പൊ പലരും ചോദിച്ചിട്ട് എന്തിനാണ് ശോഭന്, നിനക്ക് സിനിമയിലെ ഡയറക്ഷൻ അറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം, നീ എന്തിനാണ് ഇപ്പൊ ക്രൗഡിൽ പോകുന്നത്? ഞാൻ പറഞ്ഞു, നമുക്ക് ഏത് പ്രവൃത്തി ചെയ്യുന്നതല്ല, നമുക്കത് ചെയ്യാം എന്നല്ല. പലപ്പോഴും ഇപ്പൊ അടുത്തിടുന്ന, ഇപ്പൊ ഞാൻ ഇപ്പോഴും പോകാറുണ്ട് കേട്ടോ. എൻ്റെ ഒരു സുഹൃത്ത്, പ്രൊഡ്യൂസർ സുഹൃത്തിൻ്റെ പറഞ്ഞു, ശോഭന് ഇപ്പൊ നീ ചാടിക്കേറി ഡബ് ചെയ്യാൻ പോകുന്നത് നീ നിനക്ക് തന്നെ വെക്കുന്നത് ഏറ്റവും വലിയ പ്രശ്നമാണ്. സ്റ്റുഡിയോയിലൊക്കെ വരുമ്പോൾ ഇവരൊക്കെ ഭയങ്കര ബഹുമാനവും ഇഷ്ടവും കാര്യങ്ങളും. അപ്പോൾ ഞാൻ ഇപ്പം ചിന്തിക്കുമ്പോൾ ഒരാളുടെ ചാൻസാണ് ഞാൻ നഷ്ടപ്പെടുത്തുന്നത്. പക്ഷെ സിനിമയോടുള്ള പാഷൻ കാരണം നമ്മുടെ ആ ബന്ധം ആകെ നിൽക്കുന്നത് ഡബിങ്ങും ഈ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും ഇവരൊക്കെ ഉള്ളത്. അപ്പൊ ഇവരൊക്കെ എന്തുണ്ടെങ്കിലും വിളിക്കും. പക്ഷെ ഞാനിപ്പം ചിലതൊക്കെ പോവാറുണ്ട്, ചിലതൊക്കെ എങ്ങനെയെങ്കിലും ഡൈവേർട്ട് ചെയ്ത് ആർക്കെങ്കിലും കൊടുക്കാറുണ്ട്. ഞാൻ അങ്ങനെയാണ് സിറ്റുവേഷൻ ചെയ്യുന്നത്. ലാൽട്ടൺ പ്രൊഡക്ഷന്റെ ബാനറിൽ ആദ്യത്തെ മൂവി എപ്പോഴാണ്? ലാൽട്ടൺ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 6 മാസം മുമ്പാണ് നമ്മളൊരു പ്ലാൻ ചെയ്ത്. അത് ഇരാന്ന് പറഞ്ഞ പടം ചെയ്ത സൈജു എന്ന് പറഞ്ഞു അദ്ദേഹം വളരെ ഫാസ്റ്റ്, എനിക്കെന്നാ പുലിമുരുകനൊക്കെ ചെയ്ത വൈശാഖ് അവരുടെയൊക്കെ അസോസിയേറ്റ് ഒക്കെ ആയിരുന്നു. അതിന്റെ ഒരു ഫസ്റ്റ് മൂവി. പക്ഷെ പേര് ഇപ്പം പറയാൻ പറ്റില്ല, അതൊരു സസ്പെൻസ് ആണ്. അതെന്തായാലും ഒരു 1-2 മാസത്തിനുള്ളിൽ പൂജയും കാര്യങ്ങളൊക്കെ വരും. അത് ബേസിക്കലി ഒരു കണ്ണൂർ, എൻ്റെ നാട്ടിലാണ് തുടങ്ങുന്നത്. എൻ്റെ നാട്ടിലെ ഷൂട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. നമുക്ക് മലയാള സിനിമയിൽ ഒത്തിരി നല്ല ആർട്ടിസ്റ്റ്, പനാർക്കലി മരക്കാർ, ശീതൽ ജോസഫ് ഒക്കെ ചെയ്യുന്ന, ലീഡായിട്ട് ചെയ്യുന്ന നല്ല ഹീറോ. അതും ഒരു സസ്പെൻസ് ആണ്. അതായത് അനാർക്കലിയും ശീതൽ ജോസഫും ആണ് അതിന്റെ മെയിൻ ലീഡ് നിൽക്കുന്നത്. പക്ഷെ മലയാള സിനിമയിലെ വളരെ പ്രശസ്തരായിട്ടുള്ള ഹീറോസ് അതിലുണ്ട്. പക്ഷെ അത് ഒരു സർപ്രൈസ് ആയിട്ട് നിൽക്കുക. പൂജയുടെ ദിവസമാണ് എല്ലാം റിവീൽ ചെയ്യുന്നത്. പൂജയുടെ ദിവസവും റിവീൽ ചെയ്യത്തില്ല. അത് ഇതിന്റെ ഒരു ബിസിനസിന്റെ ഒരു ഭാഗമായിട്ട് നമ്മളത് സ്ട്രാറ്റജി. സ്ക്രിപ്റ്റും ഡയറക്ഷനും അല്ല, സ്ക്രിപ്റ്റ് പ്രശാന്ത് അതുപോലെ തന്നെ ഹരിപ്രസാദ് ഒക്കെ പറഞ്ഞ 2 ആൾക്കാരാണ്. അവർ മുമ്പേയും പല സിനിമകളൊക്കെ ചെയ്തതാണ്. പക്ഷെ സൈജുവിന് അവിചാരിതമായിട്ട് ഞാൻ ഒബ്രോൺ മാളിൽ വെച്ചിട്ട് ഈ ഒരു പ്രൊഡക്ഷൻ ബേസ് ചെയ്ത് ഒരു ആഗ്രഹം വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈജുവിന് അങ്ങോട്ട് പോയിട്ട്, സൈജു അവിടെ അപ്പുറത്തെ മേശയിലുണ്ട്, ഞാനിങ്ങനെ പറഞ്ഞിട്ട് സൈജു എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമല്ലേ എന്നൊക്കെ, നിങ്ങൾ ഇന്നലെ ഇര ചെയ്ത ഡയറക്ടർ അല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പം അദ്ദേഹം കുറച്ച് സബ്ജക്റ്റുകൾ ഇങ്ങനെ പ്ലാൻ ചെയ്ത് നിൽക്കുന്ന ഒരു ടൈമായിരുന്നു. ഞാൻ പറഞ്ഞു, ചേട്ടാ നിങ്ങളുടെ ഒരു ചെറിയ ബഡ്ജറ്റിൽ ഒരു 2.5-3-4 രൂപ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും പടം ഉണ്ടോ? അപ്പം അദ്ദേഹം പറഞ്ഞു ഉണ്ട്, പക്ഷെ എൻ്റെ ഒരു ഡബിങ് ആർട്ടിസ്റ്റായി ഞാൻ പെട്ടെന്ന് പറഞ്ഞ് സിനിമ ചെയ്യാൻ പോകുന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ അദ്ദേഹത്തിന് തോന്നി ചിലപ്പോൾ ഇയാൾ ജെന്യൂൻ ആയിട്ടാണ് പറയുന്നത്. എന്നെ പറ്റി കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് അന്വേഷിച്ച് സംസാരിച്ച ശേഷം അദ്ദേഹം അന്നൊരു കഥ പറഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറേ കഥകൾ കേട്ടിട്ടുണ്ടെങ്കിലും ആ കഥ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അപ്പം തന്നെ കൈ കൊടുത്തു, അതിൻ്റെ പിറ്റേ ദിവസം അഡ്വാൻസ് കൊടുത്തു. ഇപ്പോൾ മലയാള സിനിമയിലെ ശരിക്കും പറഞ്ഞൊരു തരംഗം ഉണ്ടാക്കാൻ പോകുന്ന ഒരു സബ്ജക്റ്റുമായിട്ട് അദ്ദേഹം വരിക. അപ്പൊ അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം. ജോണർ ഏതാണെങ്കിലും പറയാൻ പറ്റും. ജോണർ ഒരു ത്രില്ലറാണ്. അത് ഒരു സാധാ ത്രില്ലറല്ല, നമ്മളെ ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭയങ്കരമായിട്ട് ശരിക്കും പറഞ്ഞ ഇംഗ്ലീഷ് മൂവി ഒക്കെ തോന്നുന്ന തരത്തിലുള്ള ഒരു പ്രത്യേക ജോണറാണ്. സൂപ്പർ മേക്കപ്പ്, അത് വളരെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിക്കോട്ടെ എല്ലാം തന്നെ അങ്ങനെയുള്ള ടീമാണ് ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. അഭിനയിക്കുന്നുണ്ടോ? അന്ന് അഭിനയാണ് ഇഷ്ടമെങ്കിലും ഇപ്പൊ ഞാനൊരു പ്രൊഡ്യൂസർ ആയതുകൊണ്ട് ബേസിക്കലി അവര് പറയുവാണെങ്കിൽ മീൻസ് അവരിപ്പം പറയുന്നു നിങ്ങൾ അഭിനയിക്കണം, ഇന്ന ക്യാരക്ടർ അഭിനയിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ അഭിനയിക്കും. പക്ഷെ എന്റെ സിനിമ നന്നാവണമെന്നും എന്റെ പടം നന്നാവണം എന്നുള്ള സാധാരണ എല്ലാവരും പോലുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട്. പക്ഷെ അവരെല്ലാവരും ഇപ്പം ഞാൻ 1-2 സബ്ജക്റ്റുകളെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചാൽ അതിലെല്ലാം തന്നെ ചെറിയ വേഷങ്ങൾ, വലുതെന്നല്ല
ചെറിയ വേഷങ്ങൾ അവർ ഓൾറെഡി പ്ലാനിങ്ങിലുണ്ട്. ഉണ്ട്. ഈ ആക്ടർ ഡയറക്ടർ എന്നുള്ള മൈൻഡിൽ നിന്ന് മാറിയിട്ടേ പ്രൊഡ്യൂസർ ആയപ്പോ എന്ത് വ്യത്യാസമാണ്? ആക്ടർ ഡയറക്ടർ എന്നുള്ള മൈൻഡ് തന്നെയാണ് കഴിഞ്ഞ 20 വർഷമായിട്ടുണ്ടായിരുന്നത്. പക്ഷേ പ്രൊഡ്യൂസർ ആയത് വളരെ പെട്ടെന്നാണ്. വളരെ പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി മാഹി എന്ന് പറയുന്ന സ്ഥലത്ത്, കാരണം മാഹി പള്ളി പെരുന്നാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 1 CR അടുത്തെങ്കിലും വേണം. അപ്പം ബേസിക്കലി എൻ്റെ പടം, ഞാനിപ്പോൾ നല്ലൊരു പടം അവിടെ ചെയ്യണം എന്നുള്ളൊരു പ്ലാനിങ് നിൽക്കുന്ന സമയത്ത് എനിക്ക് ആരും പ്രൊഡ്യൂസർ തരുന്നില്ല, ആരും തരുന്നില്ല. അവർ ഞാൻ ഒത്തിരി സ്ഥലത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് ഏകദേശം ശരിയാവുന്നുണ്ട്, പക്ഷേ 500ാം വാർഷികത്തിന് കുറേ പ്രത്യേകത ഉണ്ട് പള്ളി പെരുന്നാളിന്. കാരണം ദേശക്കാരുടെ പള്ളിയാണ് മാഹിപ്പള്ളി, സാധാരണ പോലുള്ളൊരു പള്ളിയല്ല. അതിന് കുറേ പ്രത്യേകതകളുണ്ട്. അവിടുത്തെ ചടങ്ങൊക്കെ ഏകദേശം എത്രയോ വർഷത്തിന് ശേഷം, എനിക്ക് തോന്നുന്നത് 10-25 വർഷത്തിന് ശേഷമാണ് അങ്ങനെയുള്ള ചടങ്ങുകൾ അവിടെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഒത്തിരി ആൾക്കാരുടെ അടുത്ത്, അപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്താണ് ദീപു എസ് കുമാർ എന്ന് പറഞ്ഞ കൺട്രോളർ, ഒത്തിരി പടങ്ങൾ, എനിക്കൊന്ന് 140-140 പടങ്ങളൊക്കെ ചെയ്തതാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം തമാശ രൂപത്തിൽ വെറുതെ സംസാരിക്കുന്നിട്ട് പറഞ്ഞു, ശോഭനെ, നീ വെറുതെ പിന്നാലെ വന്നൊന്നും കാര്യമില്ല, ആരും നിനക്ക് പൈസ ഒന്നും തരാൻ പോകുന്നില്ല, ഒരു കാര്യം ചെയ്യ്, തനിക്ക് പൈസ ഉണ്ടെങ്കിൽ താനൊന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ അപ്പം തന്നെ എൻ്റെ വളരെ വേണ്ടപ്പെട്ട 1-2 സുഹൃത്തുക്കളുടെ അടുത്ത് വിളിക്കുകയും സംസാരിക്കുകയും, പിന്നെ ഞാൻ എന്താ പറയുക, തന്നാൽ തിരിച്ചു കൊടുക്കുന്നൊരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അവർ ആ സമയത്ത് പൈസ തരികയും. ശരിക്കും പറഞ്ഞാൽ 1 കോടി രൂപയോളം മുതൽ മുടക്ക് സെറ്റിൽ മുതലൊക്കെയുള്ള സാധനം ബേസിക്കലി ഒരു 10-12 ലക്ഷം കൊണ്ട് ഞാൻ ആ 4-5 ദിവസത്തെ ചടങ്ങുകളും മൊത്തം സാധനം ജസ്റ്റ് ചെറിയ കുറച്ച് ആർട്ടിസ്റ്റുകളൊക്കെ വെച്ചിട്ട് ചെയ്തു വെച്ചു. ഇനിയിപ്പോൾ എൻ്റെ പടത്തിലേക്ക് അത് അങ്ങനെയാണ് ഞാൻ പ്രൊഡ്യൂസർ എന്നുള്ള ലെവലിലേക്ക് വരുന്നത്. അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത് എന്തുകൊണ്ട് എനിക്കൊരു പടം ചെയ്തുകൂടാ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഫണ്ട് തന്ന സുഹൃത്തും ആ സുഹൃത്തിൻ്റെ സുഹൃത്തുമായിട്ട് ഞാൻ വീഡിയോ കോൺഫറൻസിൽ നടത്തുകയും, അപ്പോൾ അവരുടെ അടുത്ത് ഷെയർ ചെയ്തപ്പോൾ എന്നാൽ ഷോബിൻ്റെ ഈ പടത്തിന് വേണ്ടി ഞങ്ങൾ ചെയ്യാം, അപ്പോൾ അതിൻ്റെ OTT സാധ്യതകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. പക്ഷെ അവർക്ക് ഇതൊന്നും പറ്റി അറിയത്തില്ല, കാരണം അവർ ബിസിനസ്സുകാരാണ്. അപ്പം ഞങ്ങൾ ബേസിക്കായിട്ട് സംസാരിച്ച ഷോബിന് എന്തെങ്കിലും കൂടെ മുടക്കുവാണെങ്കിൽ ഞാൻ എൻ്റെ കുറച്ച് സ്വത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വിറ്റ് ഞാനൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ ഏകദേശം ഒരു 2.5-3 രൂപയോളം ഞാൻ കമ്പനിയിൽ മുടക്കിയിട്ടാണ് ഞാനിപ്പോ, അപ്പൊ ഞങ്ങളെല്ലാവരും ഈക്വൽ ആയിട്ട് മുടക്കിയിട്ട് ഇപ്പൊ ഒരു ലാൽട്ടൺ പ്രൊഡക്ഷൻസ് എന്ന് പറയുന്ന കമ്പനി. നമ്മളിപ്പോ വീട്ടുകാര് കൺവിൻസ് ചെയ്യണല്ലോ സ്വത്തൊക്കെ പ്ലെഡ്ജ് ചെയ്ത് വരാം, ഒരു സെക്കൻഡ് തോട്ട് ഉണ്ടായോ? ഭയങ്കര സംഭവമായിരുന്നു. കാരണം ഞാനും ഒരു ബ്രദറും മാത്രമേ ഉള്ളൂ. അവന് ശരിക്കും നോ പറഞ്ഞെങ്കിൽ ആക്ച്വലി ആ സംഭവം ഉണ്ടാവത്തില്ല. ഞാൻ ആ പടവും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ വേണ്ടി ലക്ഷങ്ങളോളം പല സ്ഥലത്തും ഇതാക്കിയപ്പോൾ മേഖല പല ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ട് പണം കൈകളിലൊക്കെ വാങ്ങി ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് കൊടുക്കാൻ പറ്റില്ല. കൊടുക്കാൻ പറ്റാത്ത സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളും വിഷയങ്ങളും, പോലീസ് കേസാക്കും, അങ്ങനെയാക്കും ഇങ്ങനെയാക്കും, ചാനലിൽ കൊടുക്കും, പത്രത്തിൽ കൊടുക്കും, ഇതൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് മാനസിക പ്രയാസമൊക്കെ ആയിട്ട് ഞാൻ അച്ഛനെ അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു, അച്ഛൻ ഇങ്ങനെയാണ് പ്രശ്നം, ഞങ്ങൾക്ക് ആകെയുള്ളത് ഒരു സ്വത്ത് മാത്രമേ ഉള്ളൂ, അപ്പം വേറെ നിലവിലൊന്നുമില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞൊരു കാര്യം ചെയ്യുക, നീ എന്തായാലും വന്നിട്ട്. അങ്ങനെ ഞങ്ങൾ അടുത്തുള്ള തൊട്ടടുത്ത് ഞങ്ങൾ പെട്ടെന്ന് പൈസ വേണം, കാരണം ഇവർ പിറ്റേ ദിവസം എൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഇതിൽ കൊടുക്കും, ചാനലിൽ കൊടുക്കും, പത്രത്തിൽ കൊടുക്കും എന്ന് പറഞ്ഞ് എടുത്ത് നടക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് ഫോട്ടോ അയച്ചു തരും, അച്ഛൻ അയച്ചു തരും, ബ്രദറിന് അയച്ചു തരും, എല്ലാവർക്കും അയച്ചു തരും. ഞാൻ തൊട്ടടുത്തുള്ള ആൾക്കാർക്ക് എനിക്ക് അന്നൊരു 10-15 ലക്ഷം രൂപ വേണം. അപ്പോൾ ഒരു രക്ഷയുമില്ല, എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാകുന്നില്ല. അങ്ങനെ പലരും നമ്മളെ ചൂഷണം ചെയ്ത് വളരെ ചെറിയൊരു എമൗണ്ടിൽ, നമുക്ക് തന്നെ വളരെ വേണ്ടപ്പെട്ട ഒരാൾ ചെറിയൊരു എമൗണ്ടിൽ ആ സ്വത്ത് കാര്യങ്ങളൊക്കെ വിറ്റ് ഞങ്ങളത് ക്ലിയർ ചെയ്തു. അതിന് ശേഷമാണ് അച്ഛൻ പറഞ്ഞത്, മോനെ നീ സിനിമയാണ് പാഷൻ എങ്കിൽ അത് സീരിയസ് ആയിട്ട് കാണണം. ഇങ്ങനെ അപ്പോഴാണ് ഒരു റിസൈൻ ചെയ്ത കാര്യമൊക്കെ അറിയുന്നത്. റിസൈൻ ചെയ്ത കാര്യങ്ങളൊന്നും സത്യം പറഞ്ഞ അച്ഛൻ ഇപ്പോൾ ചിലപ്പോൾ ഇന്റർവ്യൂയിലൂടെ ആയിരിക്കും ചിലപ്പോൾ കൂടുതലായിട്ട് അറിയുന്നത്. അച്ഛൻ്റെ വിചാരം മോൻ അവിടെ ഏതോ വലിയ എന്തോ ഒരു സംഭവമായി, അത് പാഷനും പ്രൊഫഷനും ഒരുമിച്ച് കൊണ്ടുപോകുന്നുണ്ടെന്നാണ് അങ്ങനെയാണ് ആള് വിചാരിച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ അച്ഛനും അമ്മേനെയും എറണാകുളത്തേക്ക് കൊണ്ടുവരാനൊക്കെ ഉള്ള ശ്രമം നടത്തി. പക്ഷെ അവര് നാടും വീടും അവർക്ക് നാടാണ് അവരുടെ ഭയങ്കര സ്വസ്ഥം. അങ്ങനെ അതുകൊണ്ട് ഇപ്പൊ അവർ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അല്ല, ഇപ്പൊ ഒരു സക്സസ്ഫുൾ ആയതുകൊണ്ട് റിസൈൻ ചെയ്ത് പറഞ്ഞാൽ അച്ഛൻ അത്രയ്ക്ക് അതിപ്പോ ഞാൻ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തും എൻ്റെ ഇൻഷുറൻസിന്റെ പേപ്പർ അവിടെ എത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തും എൻ്റെ ഓരോ ഞാൻ വർക്ക് ചെയ്ത മേഖലകളിൽ ഇൻഷുറൻസ്, കാരണം ഞാൻ അടക്കുന്നുണ്ട്, അതിനിങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം ആൾ ഓൾറെഡി ചിന്തിച്ചിരിക്കുന്നത് അതിങ്ങനെ വരുന്നുണ്ട്. അപ്പം എന്നോട് പറഞ്ഞാ നീ ഒരു ജോലി വിടരുത് കേട്ടോ, ജോലി വിട്ടു കഴിഞ്ഞാൽ നീ പെട്ടു. പക്ഷെ ഞാൻ ഏകദേശം, പക്ഷെ എൻ്റെ അമ്മയ്ക്ക് ഏകദേശം അറിയാം കാര്യങ്ങൾ എങ്ങനെയാണ് എന്താണെന്നൊക്കെ. പിന്നെ ബ്രദറിന്റെ അടുത്ത് ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചായിരുന്നു. അപ്പോൾ അവിടെ സപ്പോർട്ട് കംപ്ലീറ്റ് ഉള്ളതുകൊണ്ടും കൂടാണ് ഇവിടെ. ശരിക്കും പറഞ്ഞാൽ അച്ഛനും അമ്മയും
അതുപോലെ തന്നെ ഫാമിലി, അവരൊക്കെ ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ട് ഇപ്പോൾ തന്നുകൊണ്ടാണ് ഇപ്പം എനിക്ക് സിറ്റുവേഷനിൽ. പക്ഷെ ഞാൻ അവരുടെ അടുത്ത് ഞാൻ പറയുന്നുണ്ട്, ഇത് എവിടത്തേക്കാണ് പോകുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. കാരണം ഒരു സമയം നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും കൂടി ഭയങ്കര സ്ട്രഗിളായിട്ട് നിൽക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ പലരും കാണുന്നില്ലേ, ഇങ്ങനെ എന്താ പറയുക, ആത്മഹത്യ, മറ്റേത് മറിയ. പക്ഷെ എനിക്ക് ആത്മഹത്യ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമൊന്നുള്ള കാര്യമല്ല, പക്ഷെ നാട് വിടാനും താല്പര്യമില്ല. എന്നാൽ ചേസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അവരുടെ ഇടയിൽ തന്നെ പോയി കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ലേ. പക്ഷെ എന്നിൽ നിന്ന് ഇപ്പോൾ ഉദാഹരണത്തിന് ആ സമയത്ത് പലരും 5 ലക്ഷം തരാം, 10 ലക്ഷം തരാം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ചെയ്യും, 2 ലക്ഷത്തിൻ്റെ ലോൺ ഉണ്ട്, അത് ക്ലോസ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഞാൻ 10 ലക്ഷം തരാം. അപ്പോൾ ഞങ്ങൾ കടം വാങ്ങി അപ്പുറത്തും ഇപ്പുറത്തും ഗോൾഡും മറ്റേതൊക്കെ ഇവിടെ നിന്നൊക്കെ വാങ്ങി നേരെ പോയി ക്ലോസ് ചെയ്യാൻ പോകും. ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് 3 ദിവസം 4 ദിവസം കഴിഞ്ഞ് ഇവരുടെ അഡ്രസ്സ് ഉണ്ടാവില്ല, പിന്നെ ഇവരുടെ ഫോൺ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ അതൊക്കെ ഒരു പാഷനായിട്ട് എടുത്തിട്ടാണ് ഞാനിപ്പം ബേസിക്കലി ഒരു പ്രൊഡക്ഷൻ കമ്പനിയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഇതിൽ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് വൈഡ് അറിയപ്പെടുന്ന രീതിയിൽ ഒരു പ്ലാനിങ് സിസ്റ്റം. കാരണം എൻ്റെ കൂടെയുള്ള 2 പേര് എന്ന് പറഞ്ഞാൽ അവർ ബിസിനസ്സിൽ സൂപ്പറായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ ഒരാൾ മലേഷ്യക്കാരാണ്, ഒരാൾ സൗദി, അങ്ങനെയുള്ള ആൾക്കാരാണ്. പക്ഷെ അവിടെ യുദ്ധം വന്നപ്പം നമ്മളൊന്ന് പഠിച്ചു. കാരണം മലയാള സിനിമയിലെ നല്ല ആർട്ടിസ്റ്റുകൾ, മലയാള സിനിമയിലെ പ്രഗത്ഭരായിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ ഡേറ്റൊക്കെയാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന കുറച്ച് കേസുകൾ. അപ്പോൾ അപ്പോഴും ഞാനിങ്ങനെ പെട്ടു, ദൈവമേ ഇതിപ്പം പണിയാവോ, കാരണം അവർ പറഞ്ഞ കമ്മിറ്റ്മെന്റ് തുടക്കത്തിൽ നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഔട്ടായി. അപ്പോൾ അവരോട് ഞാൻ അവരോട് തുറന്നു പറഞ്ഞതുകൊണ്ടും അവർ നല്ല ആൾക്കാരായതുകൊണ്ടും അവർ കുറച്ചൊക്കെ സമയം തന്നു. പക്ഷെ ഇപ്പോൾ എല്ലാം ക്ലിയർ ആയി, നല്ല രീതിയിൽ കറക്റ്റ് ടൈമിൽ ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോകും. വിശ്വാസിയാണോ? വിശ്വാസം എന്ന് പറഞ്ഞാൽ അമിത വിശ്വാസമില്ല, പക്ഷെ പിന്നെ ദൈവം ഇല്ലെങ്കിൽ ഞാൻ ഈ ഒരു സിറ്റുവേഷനിലേക്ക് എത്തില്ലല്ലോ. ഞാൻ കയ്യിലെ ഈ സംഭവം കണ്ടപ്പോൾ ചോദിച്ചു. ഇതിന്റെ പിന്നിലൊക്കെ വലിയ കഥകളൊക്കെ. ഇത് ആക്ച്വലി ഞാൻ ഒരിക്കൽ തീരെ രക്ഷയില്ലാത്തതാണ്. ഇപ്പം മൂകാംബിക പോകുമ്പോൾ പല പ്രാവശ്യം ശ്രമിച്ചാലും നമ്മൾ അമ്മയും കൂടെ വിചാരിക്കണം അവിടെ എത്തണം. ഞാൻ അങ്ങനെ പോയ സമയത്ത് ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് വാങ്ങി ഉള്ള ചേർന്നു. പക്ഷെ ഞാൻ ഒബ്രോൺ മാളിൽ വെച്ചിട്ടൊരു ഗംഭീരമായിട്ടുള്ള 2 ഓഡിഷൻസ് നടത്തിയായിരുന്നു. അന്ന് ഞാനൊരു കുർത്ത പോലത്തെ ഡ്രസ്സായിട്ടിരിക്കുന്നു, ഇപ്പം ഇത് വിട്ടിരിക്കുന്നത് നല്ല ഇതിനേക്കാൾ കുറച്ചും കൂടിയുള്ള ഒരു കുറിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ജാതിയോ മതമോ പ്രശ്നങ്ങളോ ഒന്നും പറയുന്നില്ല കേട്ടോ, എന്നെ സംബന്ധിച്ച് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. അപ്പോൾ അതെല്ലാവരും ആ പോസിറ്റീവായിട്ട് തന്നെ കണ്ടാലും മതി. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10, 40, 60 ആൾക്കാരുടെ ഒരു ഗ്രൂപ്പിന് പകരം ഒരു 10, 300ഓളം ആൾക്കാരെ സെലക്ട് ചെയ്ത്, അത് ഗംഭീര ആർട്ടിസ്റ്റുകൾ. ഞാൻ പറഞ്ഞ മലയാള സിനിമയിൽ ഇനി നമ്മൾ കാണാൻ പോകുന്ന എത്രയോ നല്ല കലാകാരന്മാർ, അഭിനേതാക്കളുണ്ട് എന്ന് മനസ്സിലാക്കിയത് ആ ഓഡിഷനിൽ വെച്ചിട്ടാണ്. അപ്പോൾ ആ ഓഡിഷൻ 10, 12 ഡയറക്ടേഴ്സാണ് ആ ഓഡിഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെ ആലോചിച്ചൊക്കെ, ആദ്യമായിട്ടൊരു പ്രൊഡക്ഷൻ കമ്പനി 10, 12 ഡയറക്ടേഴ്സിന് അപ്പം തന്നെ എല്ലാവരുടെയും കിളി പോയിട്ടുണ്ടായിരുന്നു. അപ്പം ബേസിക്കലി ഇതൊക്കെ പിന്നീട് ഞങ്ങളെ ഗ്രൂപ്പിൽ കടന്നു ചെന്ന് സാമ്പത്തികമായും മറ്റ് എന്നെപ്പറ്റി എന്തൊക്കെ പറയാൻ പറ്റുമോ അതൊക്കെ പറഞ്ഞ് പല രീതിയിലും ഡൈവേർട്ട് ചെയ്തു. അതിൽ ചിലർ മതങ്ങൾ കയറ്റി അതൊരു വലിയൊരു പ്രശ്നം ഉണ്ടാക്കാൻ നോക്കി. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ അറിയുന്നത് 3. അപ്പോൾ എന്നെ ആദ്യം ആ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്തു. പിന്നീട് ഈ ഗ്രൂപ്പ് തന്നെ പൊളിച്ചടക്കി തന്നു, അത് മതത്തിൻ്റെ പേരിൽ. അവരെന്ത് മതമാണോ കുറിക്കുന്നത് ആ മതത്തിലുള്ള ആൾക്കാരാണ് പകുതി ആൾക്കാർ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ അവർ പറയുന്ന മതമല്ല ഈ മതം. എൻ്റെ മതം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്ന് പറഞ്ഞൊരു മതമാണ്, പക്ഷെ അവരുദ്ദേശിച്ച മതം മറ്റു പല മതങ്ങളുമാണ്. അപ്പം അതുകൊണ്ട് അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത് ശരിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ളത്. ഞാൻ പല സ്ക്രിപ്റ്റും പല കാര്യങ്ങളും പല ആൾക്കാരൊക്കെ ചെയ്യുന്ന സമയത്തും ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയൊന്നും ഉണ്ടാവാൻ വഴിയില്ല. പക്ഷെ സ്വന്തം അനുഭവം വന്നപ്പോൾ എനിക്കിത് എവിടെയും പറയാൻ പറ്റുന്നില്ല. ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു ചാനൽ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ഇതേ അനുഭവം, നമ്മൾ എവിടെ പോകുമ്പോഴും ജാതിയും മതവും അതുപോലെ തന്നെ സിറ്റുവേഷനും നമ്മുടെ ആറ്റിറ്റ്യൂഡും എല്ലാം വലിയൊരു പ്രധാന ഘടകം തന്നെയാണ്. അപ്പം നമ്മളിപ്പോഴും പറയുന്നില്ല, പല പേരുകളും പല സംഭവങ്ങളൊക്കെ ഇപ്പോഴും ചോദിക്കുന്നില്ലേ, അതൊക്കെ കാഴ്ചയിൽ ഒരാളെ തെറ്റിദ്ധരിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രശ്നമാണ്. അപ്പം എൻ്റെ സംസാരവും പ്രവൃത്തിയും കണ്ടപ്പോൾ ഞാൻ ഇന്നേ ആൾക്കാർക്ക് മാത്രമാണ് ചാൻസ് കൊടുക്കുന്നുള്ളൂ, ഇന്നേ ആൾക്കാർക്ക് കൊടുക്കുന്നില്ല എന്നുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള കയ്യിലുണ്ട്. പ്രത്യേക മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അന്ന് കഷ്ടകാലത്തിന് എനിക്ക് ഒരു മാലയും ഉണ്ടായിരുന്നു. അത് ഞാനിതൊന്നും വിചാരിച്ചിട്ടല്ല, കറക്റ്റ് അപ്പിയറൻസ്. അപ്പൊ അവരങ്ങനെ ചിന്തിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ അവരുടെ തന്നെ ഞാൻ പിന്നെ പലപ്പോഴായിട്ട് കണ്ടപ്പോൾ പിന്നെ അവസാനം പോലീസ് കേസ്, പോലീസിന്റെ അടുത്ത് വരെ വിളിച്ച് സംസാരിച്ച് അവർക്ക് വാർണിംഗ് ഒക്കെ കൊടുത്തിട്ടാണ് പിന്നീട് അതിന്റെ ഒരു കുറച്ചൊന്ന് കുറച്ചത്. പക്ഷെ ഞാനൊരു അനുഭവം തുറന്നു പറഞ്ഞതേ ഉള്ളൂ. അല്ല, ഇവിടം വരെ എത്തുന്നതിന് മുമ്പുള്ള ഒരു സംഭവം എന്താന്ന് പറയുമ്പോഴല്ലേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ. നമ്മൾ സക്സസ് മാത്രമേ കാണുന്നുള്ളൂ. ഇതില് എനിക്ക് കൂടുതൽ സപ്പോർട്ടായി നിന്ന ഒത്തിരി ആൾക്കാരുണ്ട്. കടപ്പാട് ആരോടായിരിക്കും? ഒന്നും പ്രതീക്ഷിക്കാതെ എന്നെ സഹായിച്ച ഒത്തിരി പേരുണ്ട്. സഹായിച്ചത് സാമ്പത്തികമായല്ല കേട്ടോ,
സാമ്പത്തികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളത് തിരിച്ചു കൊടുക്കേണ്ടത് തന്നെയാണ് വാങ്ങിയാൽ. പക്ഷെ ഒന്നും പ്രതീക്ഷിക്കാതെ ഇവൻ ചിലപ്പം എവിടെ എത്തുവോ ഇല്ലയോ എന്നൊന്നും അറിയാതെ ചില സമയത്ത് രക്ഷകരായി വന്ന കുറേ പേരുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ഐസക് സാറുണ്ട്, പിന്നെ ഒരു ഡോക്ടർ ലീലയുണ്ട്, പിന്നെ ഒരു അപർണയുണ്ട്, ഏകദേശം എനിക്ക് തോന്നുന്ന ഒത്തിരി, ഇപ്പം ശ്യാം, അതുപോലെ തന്നെ ഒത്തിരി ഒത്തിരി ആളുകൾ. അപ്പോൾ എനിക്ക് ബേസിക്കലി ലാസ്റ്റിലോട്ട് വന്ന ഒരു മേഡം, അതെന്ന് വെച്ചാൽ കാസർഗോഡുകാർ നീലേശ്വരംകാർ, അവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. നമ്മുടെ സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്ത് അവരെന്നെ സഹായിച്ചു. അങ്ങനത്തെ ആൾക്കാരുടെ അടുത്തൊക്കെ കടപ്പാട്. പിന്നെ എവിടെ പോകുമ്പോഴും നമുക്ക് ശരിക്കും പറഞ്ഞാൽ പ്രാതിനിധ്യമൊന്നും തരേണ്ട ആവശ്യമില്ല. പക്ഷേ ഇപ്പോൾ പല സ്ഥലത്തും, പണ്ട് എനിക്ക് നാട്ടിൽ ഒരു കല്യാണമോ ഒരു മരിച്ച വീട് വരും ഞങ്ങൾക്ക് വിവരം പോലും അറിയിക്കാറില്ല. ഇപ്പോൾ ഒരു കല്യാണ ആലോചന വരുന്നതിന് മുമ്പ് നമ്മളിപ്പം വിളിച്ചറിയിക്കുന്നത് അതിൻ്റെ മോളെ കല്യാണം വരാൻ പോവാണ് കേട്ടോ, ഇത്രാം തീയതിയാണ്. ഇതൊക്കെ ഒരു രസമുള്ളൊരു കാര്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞിപ്പോ ലൈഫിന്റെ രണ്ട് എക്സ്ട്രീം പോയിന്റ്സും അല്ലേ? തീർച്ചയായും. ഇപ്പൊ ഞാനിപ്പോ അതിന്റെ ഒരു യാത്രയുടെ ഒരു ഭാഗമായിട്ട് നല്ല രീതിയിലൊരു കുറച്ച് പ്ലാനിങ്ങും ചാർട്ടിങ്ങും ആയിട്ടാണ് ഇപ്പൊ ഞാൻ ഈ പ്രൊഡക്ഷൻസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനിടയ്ക്ക് കുറച്ച് വെൽനസ് ഇൻഡസ്ട്രി, വെൽനസ് അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. അത് ജീവിക്കാൻ വേണ്ടി ചെയ്തതാണ്. അതിപ്പോഴും അതിന്റെ കൂടെ പോകുന്നുണ്ട്. അതില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിയിൽ പിടിച്ചു നിൽക്കാനും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ഡെയിലി കുറച്ച് ക്യാഷ് കിട്ടണം എന്നൊക്കെയുള്ള ബേസിൽ ആ ഇഷ്ടത്തോടാണ് തുടങ്ങിയതെങ്കിലും പിന്നീട് അതിനോടുള്ള ഇഷ്ടം കൂടി. ഇപ്പൊ കുറെ ആളുകൾ പല സ്ഥലത്തും പോകുമ്പോൾ, ഞാൻ ആക്ച്വലി ഡോക്ടറൊന്നുമല്ല, പക്ഷെങ്കിൽ ഈ വെൽനസിന്റെ ഉൽപ്പന്നങ്ങൾ പലരും കൊടുത്തിട്ട് പല അസുഖങ്ങളും മാറിയപ്പോൾ ബേസിക്കലി അവര് എൻ്റെ അടുത്ത് സ്വാഭാവികമായിട്ട് ചോദിക്കുന്നുണ്ട്, സാറേ അങ്ങനെയായി ഇങ്ങനെയായി. ഇപ്പൊ ഞാൻ ഇടുക്കി മേഖലയിലേക്ക് ഏകദേശം കോഴിക്കാനം എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 4-5 പേരൊക്കെ ഇപ്പൊ വിവാഹശേഷം കുട്ടികളാവാത്ത കേസിൽ, അപ്പൊ നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ഇഷ്യൂസും ഉണ്ട്. ഫൈബ്രോയിഡ്സോ അല്ലെങ്കിൽ തൈറോയിഡ്സോ അങ്ങനെ എന്തെങ്കിലും പല ഇഷ്യൂസും കൊണ്ടാണ് അവർക്ക് കറക്റ്റായിട്ട് മെൻസസ് കാര്യങ്ങൾ വരാത്ത ഇഷ്യൂസ് ഒക്കെ പറയാം. നമ്മുടെ അടുത്ത് ഈ വെൽനസ് ഉൽപ്പന്നങ്ങൾ പലതും അങ്ങനെ കൊടുക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതുകൊണ്ട് റിസൾട്ട് ഒരു 1-2 പേർക്ക് വരുമ്പോഴത്തേക്ക് അവിടെ ഞാനൊരു ഡോക്ടറായി മാറി. പിന്നീട് ഞാൻ എന്ത് ചെയ്തു, ആയുർവേദ ഡോക്ടേഴ്സിനെയും കൂട്ടിയിട്ട് ഞാൻ അവിടെ പോയി. കാരണം നാളെ ഇതിന്റെ പേരിൽ ഇനി അടുത്തൊരു പുതിയ പ്രശ്നം വേണ്ടാന്ന് വെച്ചു. പക്ഷെ ഇപ്പോഴും എല്ലാവർക്കും ഇപ്പം എൻ്റെ അടുത്ത് ഇപ്പം പല കാര്യങ്ങളും പലതും ചോദിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഞാൻ ബേസിക്കലി വടകര എന്ന് പറഞ്ഞാൽ നമ്മളൊരു കളരിയും കാര്യങ്ങളും ഇതൊക്കെ ഉള്ളൊരു നാടായത് കൊണ്ട് അവർക്ക് ആ ഒരു വിശ്വാസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോഴും ഈ ലാലേട്ടന്റെ കടുത്ത ആരാധകനായ ലാൽട്ടൻ പ്രൊഡക്ഷനിൽ ബാനറിൽ ലാലേട്ടനെ വെച്ചൊരു സിനിമ എപ്പോഴെങ്കിലൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്? ലാലേട്ടനെ വിളിച്ചിട്ട് എപ്പോഴെങ്കിലും അല്ല, നമ്മളിപ്പോ ചെയ്യുന്ന പടങ്ങളിൽ ചിലപ്പോ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. മീൻസ് മെയിൻ അല്ല, ഉണ്ടാവാൻ ചാൻസ്. അതിന്റെ ചർച്ചകൾ ഇപ്പൊ ഏകദേശം, കാരണം എൻ്റെ ഒരു പാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലിന്റെ ഫാനിന്റെ അച്ഛനമ്മയാണ്. അതാണ് ശോഭൻ ലാൽ എന്ന് പറഞ്ഞത്. അപ്പം ലാലേട്ടൻ അന്ന് എനിക്ക് പറഞ്ഞ വേറെ എന്തെങ്കിലും പേരായിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്ഥിതി ഒന്ന് ആലോചിച്ചു. അതൊന്നും എൻ്റെ നാട്ടിൽ ഏറ്റവും കൂടുതലുള്ളത് സുജീഷ്, വനീഷ്, സജീഷ്, സുജിത്ത് ഇങ്ങനെയൊക്കെ. ശോഭൻ ലാലിന് ഇട്ടതുകൊണ്ട് തന്നെ ഇപ്പൊ അത്യാവശ്യം പല, ഇപ്പൊ ലാൽട്ടൺ പ്രൊഡക്ഷൻസ് എന്ന് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വിസ്മയ മാക്സ് സ്റ്റുഡിയോയിലൊക്കെ. അപ്പൊ ഞാൻ അവിടെ പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖമാണ്. കാരണം മിക്കവാറും ലാലേട്ടനെ കാണാം, സംസാരിക്കാം, പലപ്പോഴും പല കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്ത് അപ്പൊ എനിക്കൊരു ആഗ്രഹമാണ്. കാരണം നമ്മുടെ ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് കൊച്ചിയിലേക്ക് വന്നത്. അപ്പം ലാലേട്ടനോട് മിക്കവാറും ലാലേട്ടന്റെ സിനിമകളൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ഫൈറ്റൊക്കെ മിക്കവാറും നമ്മളൊക്കെ ലാലേട്ടന്റെ സിനിമകളിൽ ഇപ്പം പലരും ഈ ആർട്ടിസ്റ്റുകൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് പോവുകയുള്ളൂ. അപ്പൊ ഫൈറ്റൊക്കെ ഇപ്പൊ മാർക്കോ ഇല്ലേ, മാർക്കോയിലെ ഒട്ടുമിക്ക ഫൈറ്റൊക്കെ ഞാനാണ് ശബ്ദം കൊടുത്തിരിക്കുന്നത്. എനിക്കൊന്ന് പലർക്കും അതിന്റെ പ്രത്യേകിച്ച് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഒറ്റയടിക്കുള്ള ഒരു ഫൈറ്റ് ഒക്കെ ഉണ്ട്, ത്രൂ ഔട്ടുള്ള ഒരു ഫൈറ്റ്. അതൊക്കെ നമ്മളാണ്, ഞാൻ മാത്രമല്ല, ഞങ്ങളൊരു 10-12 പേരാണത്. കാരണം അതിനൊരു എക്സ്പീരിയൻസ് വേണം. അപ്പൊ അങ്ങനെ ഞങ്ങളത് എടുത്ത് കാര്യങ്ങളൊക്കെ അതൊരു സപ്താഹം എന്ന് പറഞ്ഞ സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. പിന്നീട് അതിനുശേഷം നമ്മൾ വിസ്മയ ഇവരുന്നൊക്കെ സംസാരിച്ച് ആദ്യം എൻ്റെ പടത്തിലൊരു നറേഷൻ ലാലേട്ടൻ സംസാരിക്കാന്നുണ്ടായിരുന്നു. പിന്നീട് എനിക്ക് തോന്നുന്നു നമ്മൾ ചെയ്യുന്ന ഒരു പടത്തിൽ ലാലേട്ടനും കൂടി വിചാരിക്കുവാണെങ്കിൽ ചിലപ്പോൾ ഗസ്റ്റായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, ഈ ലാൽട്ടൺ പ്രൊഡക്ഷൻസ് ഒരു 10 വർഷം കഴിഞ്ഞാൽ എവിടെ ആയിരിക്കും എന്ന് ചോദിച്ചാൽ? ലാൽട്ടൺ പ്രൊഡക്ഷൻസ് എനിക്ക് ജീവനുണ്ടെങ്കിൽ ചിലപ്പോൾ അത് വേറൊരു റേഞ്ചിലായിരിക്കും. കാരണം എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ വെറുതെ തന്നെ പൊക്കി സംസാരിക്കുന്നില്ല, അനുഭവത്തിലൂടെയുള്ള ഒരു എക്സ്പീരിയൻസ്. ഇപ്പൊ എന്ത് ചെയ്യണം, നെക്സ്റ്റ് അടുത്ത് എന്ത് ചെയ്യണം എന്നൊക്കെ കൃത്യമായ ചാർട്ടിങ്ങും പ്ലാനിങ്ങിലും പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള നല്ല ആൾക്കാർ എനിക്ക് പണം തരുന്നത്. ഒരാൾക്ക് പോലും ഒരു സ്ഥലത്ത് പോലും നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു പ്രശ്നങ്ങളോ വിഷയങ്ങളോ, പിന്നെ ഒത്തിരി ആൾക്കാർ എനിക്ക് ഇപ്പോഴും പണം തന്നെ പലരെയും കണക്ട് ചെയ്യാൻ പറ്റാത്ത, ഞാൻ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പലരും, നിങ്ങൾ അക്കൗണ്ട് നമ്പർ അയക്കും. പണ്ടൊക്കെ നമ്മൾ കടം വാങ്ങിയതും ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ. അപ്പൊ പലരും ബന്ധം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. 10 വർഷം കഴിയുമ്പോൾ ബേസിക്കലി ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കാക്കനാട് ഒരു വലിയൊരു ഫിലിം സിറ്റി ഉണ്ടാവും. ആ ഫിലിം സിറ്റി, ഞാനത് മുന്നോട്ട് പറയുന്നതല്ല, ആ ഫിലിം സിറ്റിയിലെ പകുതിയോളം
ടൗൺഷിപ്പും ആയിരിക്കും, പകുതി ഫിലിം സിറ്റി ആയിരിക്കും. ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ മാസവും ഞങ്ങൾ ഏകദേശം ഒരു 112ഓളം ഇൻവെസ്റ്റേഴ്സ്, യുദ്ധം നടന്നില്ല, അപ്പോഴാണ് എൻ്റെ ചർച്ചകൾ ജസ്റ്റ് ഒന്ന് മാറിയത്. അപ്പോൾ അവരൊക്കെ പറഞ്ഞു ചെറിയൊരു ഒരു കുഴപ്പമില്ലാത്തൊരു സ്റ്റുഡിയോ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളിപ്പോൾ എറണാകുളത്തൊരു സ്റ്റുഡിയോ എടുത്തു. അടുത്തൊരു ലക്ഷ്യം അങ്ങനെ വളരെ വലിയൊരു സംഭവം പ്ലാൻ ചെയ്യാൻ. ഇപ്പോൾ സർക്കാരിൻ്റെ ബേസിൽ വരുന്നുണ്ട് സ്റ്റുഡിയോയും കാര്യങ്ങളൊക്കെ. എങ്കിലും സ്റ്റാർട്ട് തൊട്ടിട്ട്, അതായത് സിനിമയുടെ ഒരു പ്രീ പ്രൊഡക്ഷൻ വർക്ക് തൊട്ടിട്ട് അവസാനം വരെയുള്ള ഈവൻ OTT ഉൾപ്പെടെയുള്ള ഓഫീസ് അവിടെ ഉണ്ടാവും. അപ്പൊ ആ തരത്തിലുള്ള ഒരു വലിയൊരു സംരംഭം ചെയ്യണം തന്നെയാണ് ആഗ്രഹം. ഇപ്പൊ ഇതുപോലെ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും സിനിമയ്ക്ക് വേണ്ടി, അവരോടൊക്കെ എന്താ പറയാനുള്ളത്? സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ പുറമെ ചിന്തിക്കും പോലെയല്ല സിനിമ. പിന്നെ കുറച്ചൊക്കെ തൻ്റെ ഇടവും കുറച്ച് ക്ഷമയും ഇല്ലെങ്കിൽ ഈ പരിപാടി അവിടെ സ്റ്റാർട്ടിങ്ങിൽ നിർത്തുന്നതാണ്. കാരണം യാത്ര ചെയ്ത് നമ്മളിപ്പോൾ ഒരു ആഗ്രഹം മാത്രം, നമ്മൾ എന്തിനാണ് പുറപ്പെടുന്നത് എന്നുള്ളൊരു ബോധം നമുക്ക് ഫസ്റ്റ് വേണം. ഞാൻ ആ ബോധം എനിക്ക് ആദ്യം ഉണ്ടായിരുന്നില്ല. പിന്നീട് കുറേ കയ്യിൽ പൈസയും പട്ടിണിയൊക്കെ ആയപ്പോഴാണ് ആ ബോധം വന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യും, പിന്നെ അതിനുവേണ്ടി നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നുണ്ട്. നമ്മൾ വെറുതെ ആക്ട് ചെയ്യാനാണെങ്കിൽ ആക്ട് ചെയ്യാൻ, ഇല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യാനാണെങ്കിൽ ഡയറക്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അസിസ്റ്റന്റ് ആവാൻ അതിലൂടെ കയറാന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ എത്രത്തോളം എഫേർട്ട് ഇടുന്നുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കണം. അപ്പൊ വെറുതെ നമ്മൾ പോയി റൂം കാര്യങ്ങളൊക്കെ എടുത്ത് കൊച്ചി അല്ലെങ്കിൽ ചെന്നൈയിൽ എവിടെയെങ്കിലും പോയി സമയം കളഞ്ഞുകൊണ്ട് കാര്യമില്ല. പിന്നീട് എവിടെ പോയാലും നോ മാത്രമേ ഉണ്ടാവുള്ളൂ. യെസ് എന്നുള്ള സംഭവം വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മളായിട്ട് അത് സൃഷ്ടിച്ചെടുക്കണം. നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി, ഞാൻ പറയാം നോ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ ഞാൻ ഒരു 100,000 നോ കേട്ട ഒരാളാണ്. അപ്പോൾ എൻ്റെ ഇൻവെസ്റ്റേഴ്സും ആദ്യം പറഞ്ഞത് നോ തന്നെയായിരുന്നു. പിന്നീട് ഞാനത് ചെയ്ത് അവരുടെ എൻ്റെ ക്യാരക്ടറും ഞങ്ങളത് ചെയ്യാനുള്ള കപ്പാസിറ്റിയും വന്നതുകൊണ്ടാണ് പിന്നീട് അവർ യെസ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഉൾപ്പെടെ ഇപ്പോൾ ഒരു പുതിയൊരു പ്രൊഡക്ഷൻ കമ്പനിയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടായത്. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് പ്ലാനിങ്സും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? ഏറ്റവും വലിയ സ്വപ്നം എന്താ? സ്വപ്നം എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. ഇപ്പം ഞാനിപ്പം ഒരു മനുഷ്യാവകാശത്തിൻ്റെ എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റും കൂടിയാണ്. അത് എന്നിലേക്ക് എത്തിയത് കൊറോണ കാലത്തും അതുപോലെ തന്നെ മറ്റുള്ള നമ്മുടെ ഇഷ്യൂസും പ്രശ്നങ്ങളും വെള്ളപ്പൊക്ക സമയത്തൊക്കെ കൂടുതലായിട്ട് കുറേ കാര്യങ്ങളിലേക്ക് പോയ സമയത്ത് ഞാൻ അവിചാരിതമായിട്ട് മറൈൻ ഡ്രൈവിൽ ഒരു മീറ്റിങ്ങിൽ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പങ്കെടുത്തെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ വോട്ട് ഏറ്റവും കൂടുതൽ എനിക്ക്, അത് ഓപ്ഷൻസിൽ ഒരു 10-20 പേരുണ്ടായിരുന്നു. അതിൽ 600-ഓളം പേര് പങ്കെടുത്ത ഒരു മീറ്റിംഗ് ആയിരുന്നു. 416 വോട്ട് എനിക്ക്. ഇപ്പം ഞാൻ സ്ഥാനത്തിനോ കാര്യത്തിനോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ പ്രത്യേകിച്ച് കോഴിക്കോടുകാരനായതുകൊണ്ടും വളരെ കുറച്ച് ആത്മാർത്ഥപരമായിട്ട് പല കാര്യങ്ങളും നമ്മൾ അറിയാതെ നോക്കി ചെയ്തതുകൊണ്ടും പിന്നെ പറയുന്ന കാര്യങ്ങൾ ചെയ്യാനും ശ്രമിക്കുന്നുള്ളത് കൊണ്ട് എന്നെ ഇപ്പോൾ ആ പോസ്റ്റ് ഞാൻ 2-3 പ്രാവശ്യം ഞാൻ പറഞ്ഞു. കാരണം എനിക്ക് കുറേ സിനിമാ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടപ്പള്ളി ഒരു അമ്മയെയും ഒരു 2 മക്കളെയും വാടകക്കാരൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോശമായിട്ട് വാടകക്കാരൻ്റെ മോൻ വന്ന് അങ്ങോട്ട് തല്ലി ഭയങ്കരമായിട്ട്. കളമശ്ശേരി സ്റ്റേഷനിൽ ഇപ്പോൾ ഇതുണ്ട്. അയാൾ അങ്ങോട്ട് തല്ലുവാണ്. ഇവർ പേയ്മെൻ്റ് എന്തോ ഡിലേ ആയപ്പോൾ ഇവരെന്തോ സംസാരിച്ചപ്പോൾ അത് ഇഷ്ടപ്പെടാണ്ട് അവരുടെ ചെറിയ മെൻ്റൽ പ്രോബ്ലം ഉള്ള ഒരു പയ്യൻ വന്നിട്ട് അവരെ അങ്ങോട്ട് തല്ലുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് അവർ ബന്ധുക്കളെ നാട്ടുകാരെ ഒന്നുമല്ല വിളിച്ചത്. കാരണം ഇത്രയുള്ള 2 മക്കളാണ്. അവർക്ക് എവിടെ അവരെ വിശ്വസിച്ച് കൊടുക്കണം ഞാൻ എന്നെ സംബന്ധിച്ചുള്ള എന്നെ കാറിൽ ഞാൻ ആക്ച്വലി പാലാരടുത്തേക്ക് ഡ്രൈവ് ചെയ്യുന്നു. അവർ വിളിച്ചിട്ട് സാർ ഇപ്പോൾ എവിടെയുണ്ട്? ഞാൻ പറഞ്ഞു സാർ ഒന്ന് അത്യാവശ്യമായിട്ട് വരുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനുള്ള സ്ഥലത്തേക്ക് ആ ലേഡി, അടി കിട്ടിയ ലേഡി കുട്ടികളെയും കൊണ്ടുവന്ന് നേരെ എൻ്റെ കാറിലേക്ക് കയറ്റി സാറ് നോക്കിക്കോണേ എന്നും പറഞ്ഞ് പോയി. പെൺകുട്ടികളാ, നിങ്ങൾ ആലോചിക്കുക, വിശ്വാസം എന്ന് പറഞ്ഞാൽ ആലോചിക്കുക. അപ്പം ഞാൻ അന്നേരം ചിന്തിക്കുന്നത് ആരെങ്കിലും എൻ്റെ നമ്പർ കൊടുത്തോണ്ടായിരിക്കും വിളിച്ചതും പറഞ്ഞതും ചെയ്തതും. ഞാൻ അതിന് ശേഷം എറണാകുളത്തുള്ള ഹോസ്പിറ്റലിൽ അവരെ കാണാൻ പോയി. 2 ദിവസം കുട്ടികൾ, ആ ലേഡിക്ക് പിന്നീട് ഓർമ്മ പോയി. 2 ദിവസം കുട്ടികൾ ഞാനും നോക്കിയത്. ഞാനും എൻ്റെ എന്താ പറയുക കൂടെ വന്ന 1-2 സുഹൃത്തുക്കൾ, ഞങ്ങൾ അവരപ്പോൾ എൻ്റെ കൂടെയുള്ള അമ്മമാരായിട്ടുള്ള അവരാണ് 2 ദിവസം ആ കുട്ടികൾ ചെറിയ കുട്ടികൾ, ഒരു കൊച്ചിന് 3 വയസ്സ്, ഒരു കൊച്ചിന് എനിക്കൊന്ന് 10-12 വയസ്സുണ്ടാവും. പെൺകുട്ടികളാണ്. ഒരു ഭയങ്കര പോക്കിരിയായിട്ടുള്ള ഒരു ആൺകൊച്ചുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ആ വിശ്വാസം എന്നുണ്ട്. ആ വിശ്വാസത്തിലൂടെ ഞാൻ ചിന്തിച്ചു എന്നെപ്പോലെ ചിന്തിക്കുന്ന ആളുകൾ വേണം. കാരണം നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇപ്പം നമ്മൾ പറയില്ല വെട്ടൊന്ന് 1-2 ക്യാരക്ടറാണ് നമ്മുടെ ക്യാരക്ടർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ചിന്തിക്കുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈ ലോകത്തിൽ നമുക്ക് മറ്റൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും ഇപ്പം ആ ലേഡിക്ക് എന്നെ ഏൽപ്പിക്കാൻ പറ്റുന്ന ആ ഒരു സംഭവം വേറെ എവിടെയായിരിക്കാം. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബോധം പോയ ആളെ, അപ്പൊ ആ ബോധം പോയ സമയത്ത് ആ കുട്ടികൾക്ക് ആരാന്നോ എന്താന്നോ എങ്ങനെ, പക്ഷെ ആ 10-12 വയസ്സുള്ള കൊച്ചിന് മാത്രം
ഞാൻ കുറേ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടാണ് പിന്നീട് ഞാൻ 2 ദിവസം കണ്ടിന്യൂ ചെയ്തത്. അവരിപ്പോ സേഫ് ആയിട്ടിരിക്കുന്നു. അവരിപ്പോൾ സേഫാണ്. ഞാൻ അവരടുത്ത് പലപ്പോഴായിട്ട് ഞാൻ ഇങ്ങനത്തെ കേസുകളൊക്കെ വരുമ്പോൾ ഞാൻ പ്രധാനമായിട്ടും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സമൂഹത്തിന് പേടിയാണ്. ഇപ്പോഴും പുറത്ത് വന്ന് കാര്യങ്ങൾ പറയാനും ചെയ്യാനും. പക്ഷെ ഞാൻ കളമശ്ശേരി സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു. സാക്ഷിയായിട്ട് ഞാൻ കാര്യങ്ങൾ സംസാരിച്ചു. ഇതെല്ലാം ചെയ്തു. പിന്നീടും അവർ വന്നിട്ട് ഉപദ്രവിക്കുകയോ ഇനി കേസും കാര്യങ്ങളൊക്കെ പോയാൽ ഉപദ്രവിക്കുമെന്ന്. പക്ഷെ അത് കേസായിട്ട് നടക്കുന്നുണ്ട്. പിന്നീട് ഇഷ്യൂസ് പിന്നെ നമ്മുടെ സ്വഭാവം വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പരിപാടി നമ്മൾ തീർക്കേണ്ടതാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? അവര് കാല് പിടിച്ച് പറഞ്ഞു, സാറേ ഒന്നും ചെയ്യരുത്, എനിക്ക് ഇങ്ങോട്ട് വന്നാലും അവരവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ടേ. അതാണ്. പിന്നീട് ഞാൻ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് അവർക്കൊരു വേറെ വീട് കാര്യങ്ങൾ ഒക്കെ ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ സംഘടന ഏറ്റെടുത്തിട്ട് അവർക്ക് വീട് കാര്യങ്ങളൊക്കെ സൗകര്യമൊക്കെ ചെയ്തു കൊടുത്ത്. അപ്പം അങ്ങനെയൊക്കെ പോയതുകൊണ്ട് നമുക്കുണ്ടായിരുന്ന ഒരു കുറേ വിശ്വാസം നമുക്ക് ഇതിൽ നിന്ന് മാറാനായിട്ടില്ല. നമ്മൾ കുറച്ചും കൂടി ആക്റ്റീവായിട്ട് നിൽക്കണം എന്നുള്ളൊരു തോന്നലുണ്ട്. ചാരിറ്റിയിലേക്കുള്ള ഒരു എൻട്രി എന്ന് പറയുന്നത് ചാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ കുറച്ച് വയ്യാത്തൊരാളാണ്, അച്ഛനും വയ്യാത്തൊരാളാണ്. ഈ അച്ഛൻ്റെ അമ്മേൻ്റെയും പ്രായമുള്ള ആൾക്കാരെ കാണുമ്പോഴും ബേസിക്കലി ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് പല ഇഷ്യൂസും വരുന്ന കുറേ ആൾക്കാരുണ്ട്. മീൻസ് അവർ ജീവൻ മരണ പോരാട്ടത്തിനായിട്ട് അവർക്ക് ആരും ഏറ്റെടുക്കാൻ പറ്റാത്ത കുറേ ആൾക്കാർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൈപ്പിനിൽ ഇപ്പം ഞാറക്കൽ പോകുന്ന വഴിക്ക് അവിടെ ഇപ്പം ഞങ്ങളൊരു ഫ്രണ്ട്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ടീമുണ്ട്. അതിലൊക്കെ ഒത്തിരി ഒരു 10-15 പേരുള്ള ആൾക്കാരാണ്. അപ്പം ഞങ്ങളത് സംസാരിച്ച് അവിടെ ഒരു നേരം ഞങ്ങൾ പോയി അവരുടെ അടുത്തൊക്കെ പോയി സംസാരിക്കുക. അവർക്ക് വേണ്ട സാമ്പത്തികമായും അവർക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ. അവിടെ ഞാൻ പോയ സമയത്ത് എനിക്ക് കാണാൻ സാധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബേസിക്കലി എത്രയോ ഭാഗ്യവന്മാർ. ആക്സിഡൻറ്റിൽ വല്ലാത്തൊരു ആക്സിഡൻറ്റിലൊക്കെ പെട്ട് ജസ്റ്റ് ജീവൻ മാത്രമുള്ള കുറേ ആൾക്കാർ. കാരണം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജും ചെയ്യണം, പക്ഷേ ഹോസ്പിറ്റലിൽ ആർക്കത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാനും പറ്റില്ല. കാരണം നെക്സ്റ്റ് അങ്ങനെയുള്ള ആളുകൾ. അപ്പം അത് ആക്ച്വലി ചാരിറ്റി എന്ന് പറയുന്നതിലുപരി നമ്മൾ അവരുടെ ഒരു ഭാഗമായിട്ട് മാറുക എന്നുള്ളത്. അപ്പം അതങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സ് ക്ലബ്ബ് എന്ന് പറയുക സിനിമാ മേഖലയിൽ തന്നെയുള്ള കുറച്ച് ഞങ്ങളൊരു സുഹൃത്തുക്കൾ ചേർന്നുള്ളൊരു സംഭവം. പിന്നെ ഗാന്ധിഭവൻ പോലെയുള്ള അങ്ങനെയുള്ള ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ആവശ്യത്തിനനുസരിച്ചുള്ള സപ്പോർട്ട്. പിന്നെ ദുരിതമായിട്ടുള്ള വയനാട് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ അത്യാവശ്യം ബുക്സുകൾ അങ്ങനെയൊക്കെയുള്ള ചെറിയ സംഭവങ്ങൾ. മേജറായിട്ടുള്ള എനിക്ക് പറയാനുള്ളത് ആർക്ക് എന്ത് പ്രശ്നം വന്നാലും നമ്മളെ സമീപിക്കാം എന്നുള്ളതാണ് എനിക്ക് പൊതുവെ എന്താ പറയുക പൊതുവായിട്ടുള്ള ആൾക്കാർക്ക് പറയാനുള്ളത്. എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് ഒറ്റപ്പെട്ടോ ആയിക്കോട്ടെ, അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ ലാൾട്രൺ ഗ്രൂപ്പിനെ സമീപിക്കാം. കാരണം നമ്മൾ ഒരു അനുഭവം നമ്മൾ വളർന്നു വന്ന സിറ്റുവേഷനും ഒക്കെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. ഏതൊക്കെ ഓപ്പൺ ആയിട്ട് വരാം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, കുറെ കഥ പറയാൻ സാറ് പലരിടത്തും പോയിട്ടുണ്ടല്ലോ. ഇപ്പൊ സാറിന്റെ അടുത്തേക്ക് കുറെ പേര് വരുന്നുണ്ടാവും. അവരോടും അത് നമുക്കറിയാം ചിലത് വർക്ക് ആവില്ല എന്ന്, എന്നാൽ നോ പറയാനും അതൊക്കെ കട്ടാൻ റൈറ്റ് നമ്മുടെ കുറെ അനുഭവങ്ങൾ ഉണ്ടല്ലോ. ഇവരെങ്ങനെ നമ്മൾ ഒന്ന് മാനേജ് ചെയ്യുന്നത്? അത് ശരിക്കും പറഞ്ഞ ഒബ്രോൺ മാളിൽ ഇരുന്നിട്ട് ഞങ്ങളൊരു ചെറിയൊരു ഓഫീസ് ഉണ്ടായിരുന്നു. അവിടെ ഇരുന്നിട്ട് ഏകദേശം 100ഓളം കഥകൾ കേട്ടു. അപ്പം നമ്മൾ പറയുമ്പോൾ ആരും വിശ്വസിക്കൂല. അപ്പൊ അതിൽ ഒത്തിരി കഥകൾ കേൾക്കുമ്പോൾ ചിലത് തുടക്കമൊക്കെ നല്ല രസമായിരിക്കും, പക്ഷെ അതെങ്ങനെ കൺക്ലൂഡ് ചെയ്യണമെന്നോ അല്ലാതെ എന്ത് ചെയ്യണമെന്നോ സംഭവം. ചിലരുടെ അടുത്ത് ഞാൻ പറയും നിങ്ങൾ നല്ല കഥയും കൊണ്ട് വാ. ചിലരത് നേരെ ഓപ്പോസിറ്റ് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഇയാള് പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ സിനിമ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകുന്ന ടീമുണ്ട്. അവരുടെ അടുത്ത് ഞാൻ ജസ്റ്റ് കാര്യം പറഞ്ഞിട്ട് ഒരുവിധം വലിയ കുഴപ്പമില്ലെങ്കിൽ ഞാൻ അത്യാവശ്യം എഴുത്ത് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അവരുടെ കൂടെ നിന്നിട്ട് അങ്ങനെ ഒരു 1-2 പ്രൊജക്റ്റ് ഇപ്പം ഞങ്ങൾ പ്ലാനിങ് ഉണ്ട്. അപ്പോൾ കുറേ പ്രൊജക്ട്സുകൾ പറയുന്ന സമയത്ത് ചില നല്ല കാമ്പുള്ള ചില സബ്ജക്റ്റുകളുണ്ട്, അത് നമ്മൾ വർക്കൗട്ട് തന്നെ ചെയ്യും. അത് ഞാൻ നോക്കുന്നതിൽ കുറേ കാര്യമുണ്ട്. ഇപ്പം എൻ്റെ കൂടെ ഒരു ശ്യാം എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്. ശരിക്കും അച്ഛൻ വിട്ടുപോയി ചെറുപ്പത്തിൽ 7 വയസ്സുള്ളപ്പോൾ അച്ഛനും പോയി. അവർ ഇരുട്ട് റൂമിലാണ്. ഇപ്പം ജംഗിൾ ബുക്കിലെ മൗഗ്ലീനെ പോലെയായിരുന്നു അയാൾ കുറേ കാലം. ഇപ്പം എൻ്റെ കൂടെ വന്നപ്പോൾ ഞാനൊരു അങ്കമാലിയിൽ ഒരു ബാറിൻ്റെ പരിസരത്ത് നിന്ന് അവർ ജസ്റ്റ് പരിചയപ്പെട്ട് കമ്പനിയായി. അയാളാണ് ഇപ്പോൾ ലാൾട്ടൺ പ്രൊഡക്ഷൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട, എനിക്ക് തോന്നുന്ന ഭാവിയിൽ ഡയറക്ടർ ബോർഡിൽ വരെ വരാൻ ചാൻസ് ഉള്ള ഒരാൾ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ചോദിക്കാനും പറയാൻ ആരുമില്ല. അത് വലിയൊരു ഘടകം തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ അവിചാരിതമായിട്ട് സംസാരിച്ച് ഞാൻ ചൂടാതെ എനിക്ക് കല്യാണം കഴിക്കണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ്റെ മുഖത്ത് ഇങ്ങനെ അവൻ കുറച്ച് ചെയ്യട്ടെ കാരണം അവനിപ്പോൾ 35 വർഷമായി, 35 വയസ്സായി. അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ സംസാരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുട്ടുള്ള റൂമിലാണ് അവൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസുകാരും പ്രശ്നക്കാരും വിഷക്കാരൊക്കെ ഉള്ളത് കൊണ്ട് ഒരമ്മമ്മയാണ് നോക്കിയത്. ആ അമ്മമ്മ അവനൊരു 18 വയസ്സാകുമ്പോഴത്തേക്ക് അമ്മമ്മയും പോയി. അങ്ങനെയുള്ള ഒരാൾ, അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള കേട്ടുള്ള ആൾക്കാരാണ് നമ്മളിപ്പോൾ ലാൾട്ടൺ പ്രൊഡക്ഷൻസിൽ വളരെ സജീവമായിട്ടുള്ള സ്ഥാനത്തുള്ളത്. പക്ഷെ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഇപ്പം ഞാൻ പരിചയപ്പെട്ട ശേഷം ഞാൻ പറഞ്ഞത് നമുക്ക് അച്ഛനും അമ്മേനെയും കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ എന്താ പറയുക
തിരുവല്ലക്കപ്പുറത്തുനിന്ന് ഒരു വീട്ടില് അമ്മേനെ കണ്ടുപിടിച്ചു. ഏകദേശം 24 വർഷത്തിന് ശേഷം അമ്മേനെ ചെങ്ങന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന്. അപ്പോൾ അമ്മയോട് ചോദിച്ച് ചില കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം ഈ പറഞ്ഞ മുനമ്പത്തിൻ്റെ അടുത്ത് അച്ഛനെയും കണ്ടുപിടിച്ചു. ഇപ്പൊ കൂടെ ഉണ്ടോ? അതാണ് ഏറ്റവും വലിയ കോമഡി. ഇവനെ ആരും അടുപ്പിക്കുന്നില്ല. അച്ഛനും വേറെ ഫാമിലി ഉണ്ട്, അമ്മക്കും വേറെ ഫാമിലി ഉണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പിയായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഞാൻ ആക്ച്വലി അവനെ ഒരു കല്യാണമൊക്കെ വരുമ്പോൾ ഇവരൊന്ന് അടുപ്പിക്കാം എന്നൊക്കെ ചിന്തിച്ചിട്ട് ഞാൻ പോയതാണ്. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായത് ഇവന്റെ പൈസ വേണം. ഇപ്പം അമ്മ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഓന് വരണം, എനിക്ക് തീരെ വയ്യ, ഹോസ്പിറ്റലിലെ കാര്യം. ഞാൻ പറഞ്ഞു പോയിക്കോ മോന്. ഇപ്പം ഞാനും ഫണ്ട് കൊടുത്തു, അവൻ പോയി. പക്ഷെ അമ്മേൻ്റെ കൂടെ എൻ്റെ പറയും 4 ദിവസം ഞാൻ അമ്മേനോട് നിന്നത്. ജീവചരിത്രത്തിൽ എനിക്ക് തോന്നുന്നത് 3-6 വയസ്സിലോ അങ്ങനെയൊക്കെയാണ്. എൻ്റെ അടുത്ത് തോന്നുന്നു 6 വയസ്സിലായിട്ടാണ് തോന്നുന്നു അമ്മ പോയത്. ഇത്രയും വർഷം 35 വർഷമായി. അപ്പൊ അയാൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ പറയണം. അപ്പൊ ഞങ്ങളുടെ സ്വപ്നങ്ങളുടെ കൂടെ ഉള്ളത് ഒരു കൂട്ടം നല്ല വ്യക്തികൾ. ലാൽട്ടൺ പ്രൊഡക്ഷൻസിന്റെ ഒരു സക്സസ് എന്ന് പറയുന്നത് ചിലപ്പോ ഇത് തന്നെ ആയിരിക്കും, ഇതുപോലുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മ. പക്ഷെ എനിക്ക് ഏറ്റവും വലിയ വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാലത്ത് നമ്മളെ കൂടെയുള്ള ആളുകൾ പലരും എന്നെ വിട്ടുപോയിട്ടുണ്ട്. കാരണം അവരുദ്ദേശിച്ച പോലെയല്ല നമ്മൾ പോകുന്നത്. കാരണം അവർക്ക് ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ കുറച്ചൊന്ന് ശ്രമിച്ചിട്ട് നിർത്തി പോകുന്നതായിരുന്നു. പക്ഷെ അതല്ല, അതിനേക്കാൾ ഉയർച്ചയിലാണ് നമ്മൾ പോകുന്നത് എന്ന് അറിഞ്ഞിട്ട് പിന്നീട് നമുക്കെതിരെ കുറ്റങ്ങളും പ്രശ്നങ്ങളും പരവെപ്പും വിഷയങ്ങൾ അതിപ്പോഴും ഉണ്ട്. ഇപ്പം ഞാനൊരു ബേസിക്കലി ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഇപ്പം നമ്മളിപ്പോൾ ഈ ഒരു മലേഷ്യയിൽ ഒരു 600 പേർക്ക് ഒരു 3/4 പൈസയിൽ കൊടുക്കാം. ബാക്കി ഞങ്ങൾ അവിടുത്തെ പാർട്ട്നേഴ്സെ കൂടി ഞങ്ങൾ സംസാരിച്ച് സെറ്റ് ചെയ്യാം. ഫ്ലൈറ്റ് ടിക്കറ്റ്സ് കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു 400 പേരോളം വിട്ടു. അതിനുശേഷം ഒരു 10-200 പേരെ വിടാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഫ്ലൈറ്റ് റേറ്റ് ചേഞ്ച് വന്നു. മീൻസ് ഇപ്പോഴത്തെ യുദ്ധവും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ അതിനുള്ളിൽ വരെ പലരും ഇവർക്കിടയിൽ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, വിഷയം ഉണ്ടാക്കി, നമ്മളെ അങ്ങോട്ട് ഒറ്റപ്പെടുത്താന്നുള്ള ധാരണയായി. അതായത് ലാൽട്ടനെ പൊളിക്കണം എന്നുള്ള രീതിയിലേക്ക് പ്ലാൻ ചെയ്തു. കാസർഗോഡ് തൊട്ടിട്ട് തിരുവനന്തപുരം വരെയുള്ള 200 പേരുണ്ടായിരുന്നു. ആ 200 പേരിൽ ഇപ്പം 40 പേര് മാത്രമേ പോകുന്നുള്ളൂ. ബാക്കി എല്ലാവരെ കൊണ്ടും ഒറ്റ ദിവസം ക്യാൻസൽ ചെയ്യിപ്പിക്കാൻ പറ്റി ശത്രുക്കൾ. അത് ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഓക്കെ കുഴപ്പമില്ല, പക്ഷെ ഇവനെ വളർത്തിയാൽ പ്രശ്നമാണ്. കാരണം ഇവന്റെ സംസാരവും ഇവന്റെ സ്വഭാവമൊക്കെ വേറെ തലമാണ്. ചിലപ്പോൾ ഇവൻ രക്ഷപ്പെട്ടു പോയാലോ എന്ന് ചിന്തിക്കുന്ന. അപ്പം ഞങ്ങൾ ഈ ട്രാവൽസ് എന്ന സംഭവത്തിന് ഫസ്റ്റിലെ തന്നെ പിടുത്തെറിയാൻ വേണ്ടിയിട്ട് കുറച്ച് ശ്രമം നടത്തി. ഇപ്പൊ സക്സസ് ആയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. തീർച്ചയായും നമ്മൾ തെറ്റ് ചെയ്താലല്ലേ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തെറ്റ് ചെയ്യാത്തടത്തോളം കാലം ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പം എൻ്റെ അടുത്ത് എത്രയോ ആൾക്കാർ, നീ എന്ത് വിചാരിച്ചിട്ടാണ് ഇത്രയും ധൈര്യത്തോടെ നിൽക്കുന്നത്, നീ എങ്ങനെയാണോ, നീ ഇങ്ങനെയാണോ? ഞാനൊന്നും പറയില്ല. അവർക്ക് പോകാൻ തയ്യാറാണെങ്കിൽ ഇപ്പം കാണുന്ന ഫ്ലൈറ്റ് റേറ്റിന് ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ അവർ പോകുന്നില്ല. അവർക്ക് ആവശ്യം ഈ പറഞ്ഞ ആളുണ്ടല്ലോ, എൻ്റെ തന്നെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്താന്നുള്ള കാര്യം പിന്നെ എനിക്ക് മനസ്സിലായി. ഈ വ്യക്തി എല്ലാവരും പറഞ്ഞിരിക്കുക, ഞാൻ എന്തായാലും പോകുന്നില്ല, നിങ്ങളെല്ലാവരും പൈസ വേണേ വാങ്ങിക്കോ, ക്യാൻസൽ ചെയ്തോണ്ട്. അപ്പൊ അവര് ഇതിനു വേണ്ടി ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കി. ഇപ്പൊ ആലോചിച്ച് നോക്കി. ഇതൊക്കെ ഞാൻ പറയും, ഇതൊക്കെ അനുഭവങ്ങളാണെന്ന് പറയുന്നത്. അപ്പോൾ ലാൽട്ടൺ പ്രൊഡക്ഷന്റെ ബാനറിൽ പുതിയ സിനിമ വരാൻ പോവാണ്. നമ്മൾ അതിന് വെയിറ്റിംഗ് ആണ്. കാരണം ഇത്രയും കഥകൾ കേട്ട് ആ സക്സസിന്റെ ജേർണിയുടെ ഭാഗമായിട്ട് നമുക്കും കൂടെ നിൽക്കാൻ പറ്റി എന്നുള്ളത് വലിയ സന്തോഷമാണ്. അപ്പൊ സിനിമ പെട്ടെന്ന് വരട്ടെ. കുറെ റിവീൽ ചെയ്യാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, കുറെ സർപ്രൈസും സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ വരുമ്പോ കാണുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അതെ. അപ്പൊ എല്ലാ സക്സസും ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.